ആയിട്ടാണ് മലയാളത്തിൽ പേര് വന്നത്. മല ഏതാ? മല ഘട്ടം അല്ലേ? ആളം എന്ന് പറഞ്ഞാൽ ഏതാ? ഹലോ ആളം. ഹലോ ഹലോ ടീച്ചറെ, ബ്രേക്ക് ആവുന്നുണ്ട്. ആ റേഞ്ച് ഒന്ന് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് സർ. വൈഫൈ ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യോ? സർ ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ഓക്കെ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ജസ്റ്റ് നോക്കട്ടെ. നെറ്റ്വർക്ക് ഓക്കെയാണ്. ഇവിടെ എറർ കാണിക്കുന്നില്ല, ഞാൻ നോക്കി. ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ സർ. സ്ലൈഡുകൾ ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഓക്കെ, നമ്മൾ മലയാളത്തെ കുറിച്ചാണ് പറയുന്നത്. മലയ്ക്കും ആളത്തിനും ഇടയിലെ ആളുകളുടെ ഭാഷ എന്നതിൽ നിന്നാണ് മലയാളം എന്ന ഭാഷ ആവിർഭവിക്കുന്നത്. മല എല്ലാവർക്കും അറിയാം, പശ്ചിമഘട്ടം. ആളം എന്നാൽ കടൽ എന്നാണ്. അപ്പൊ നമ്മൾ ഏത് കടലിനെ അടുത്താ? പശ്ചിമഘട്ടത്തിനും ഏത് കടലിനെ അടുത്താ നമ്മള്? പറഞ്ഞേ. അറബിക്കടലിനും ഇടയ്ക്കുള്ള ആളുകളുടെ ഭാഷ ആയതുകൊണ്ടാണ് എന്തായത്? മലയാളം എന്ന പേര് വന്നത്. ഓക്കെ, മലയ്ക്കും ആളത്തിനും ഇടയിലെ ആളുകളുടെ ഭാഷ എന്നതിൽ നിന്നാണ് മലയാളം എന്ന പേര് വന്നത്. മലയാളത്തിൽ വളരെ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒന്നാണ് നാമം. നിങ്ങൾക്കറിയോ എന്താണ് നാമം? എന്താണ് നാമം? പറഞ്ഞേ രമ്യ. അറബിയോ? ഓക്കെ, അറബിക്കടൽ. ഓക്കെ, പേരായ ശബ്ദം. വെരി ഗുഡ് രഞ്ജു കൃഷ്ണൻ. ഓക്കെ, എന്തിനെങ്കിലും പേരായ ശബ്ദമെങ്കിലും പേരായ ശബ്ദമാണ് നാമം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനെങ്കിലും പേരായ ശബ്ദമാണ് നാമം. ഇപ്പോ എന്റെ പേര് സ്മിത എന്നാണ് അല്ലെ. ഒരു വ്യക്തിയുടെ പേര്, ഒരു വസ്തുവിന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, ഇതിനെല്ലാം കുറിക്കുന്ന ശബ്ദമാണ് നാമം. അതിൽ ജീവനുള്ളതുണ്ടാവാം, ജീവനില്ലാത്തതുണ്ടാവാം അല്ലെ. ജീവനില്ലാത്തതും ഏതിനകത്ത് വരും? നാമത്തിനകത്ത് വരും. കാറ്റഗറി നമ്പർ 76/2023 പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒരു നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമം ഏത്? പലർക്കും സംശയമുണ്ട് ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമെന്നുള്ളത് അല്ലേ. ഈ അടുത്ത പരീക്ഷ ചോദ്യമാണ്, ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏത്? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം പറഞ്ഞേ. നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏത്? വെരി ഗുഡ്, സർവനാമം അല്ലേ. സർവനാമമാണ് നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം എന്ന് പറയുന്നത്. എന്തിന്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരാണ് നാമം. നാമത്തെ പ്രധാനമായും മൂന്നായി തിരിക്കാം. നാമത്തെ എത്രയായി തിരിക്കാം? മൂന്നായി തിരിക്കാം. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. പറഞ്ഞേ. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. അപ്പൊ നിങ്ങൾ ദ്രവ്യമൊക്കെ പഠിച്ച ആൾക്കാരാണല്ലേ. എന്താണ് ദ്രവ്യം? ഫിസിക്സിനകത്ത് ദ്രവ്യം എന്താ? എന്താ ഫിസിക്സിനകത്ത് ദ്രവ്യം? സൂര്യ, ദ്രവ്യം പഠിച്ചതല്ലേ ഫിസിക്സ്. എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാല്? അറിയില്ല. ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതായ എല്ലാം എന്താണ്? ദ്രവ്യമാണ് അല്ലെ. അത്തരത്തിലുള്ളവയെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ദ്രവ്യനാമം. ഓക്കെ, ദ്രവ്യത്തെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം. എങ്ങനെയെങ്കിൽ ഗുണനാമം എന്താണ്? ഗുണനാമം എന്താണ്? ഗുണനാമം
ദ്രവ്യത്തെ കുറിക്കുന്നതാണെങ്കിൽ എളുപ്പമല്ലേ പഠിക്കാൻ. ഗുണത്തെ കുറിക്കുന്നത് എന്താണ്? ഗുണനാമമാണ് അല്ലെ. ഗുണത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. അടുത്താണ് ക്രിയാനാമം. ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ ദ്രവ്യം എന്ന് പറയുന്ന സമയത്ത് ആ ദ്രവ്യനാമത്തെ നമ്മൾ വീണ്ടും നാലായി തിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വിഭാഗത്തിൽ ഏറ്റവും അധികം പഠിക്കേണ്ടത് സർവനാമമാണ്. സർവനാമം പലപ്പോഴും വേറൊരു ഹെഡിന് കീഴിലാണ് പഠിക്കുക, പക്ഷെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. 4ആയി തിരിക്കുന്നു. 4 കാറ്റഗറി ഓർത്ത് വെക്കണം. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. അപ്പോൾ ആദ്യം പഠിച്ചു എന്തിന്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. എന്തിന്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. നാമത്തെ എത്രയായി തിരിക്കുന്നു? 3ആയി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. എളുപ്പത്തിൽ പറഞ്ഞാൽ ദ്രവ്യത്തെ കുറിക്കുന്നത് ദ്രവ്യനാമം, ഗുണത്തെ കുറിക്കുന്നത് ഗുണനാമം, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നത് ക്രിയാനാമം. ഇനി ഇതിനകത്ത് എന്താണ് നമുക്ക് നോക്കേണ്ടത്? പരീക്ഷയ്ക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ദ്രവ്യനാമത്തെ 4ആയി തിരിക്കുന്നു. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. എന്താണ് സംജ്ഞ? ആ വാക്കിന് അകത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ ഒരു കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെയോ പേരാണ് എന്ത്? സഞ്ജന എന്നോ അല്ലെങ്കിൽ സംജ്ഞ എന്നോ ഓർക്കുക. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി. ഇവിടെ ഒരു എന്ന വാക്കിന് വലിയ പ്രത്യേകതയുണ്ട്. ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് സംജ്ഞാനാമം. അതാണ് ഒരു കൂട്ടുകാരൻ എന്ന് ഓർക്കാൻ പറഞ്ഞത്. സംജ്ഞാനാമത്തിന്റെ മറ്റൊരു പേര് ഏകനാമം എന്നാണ്. സംജ്ഞാനാമത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഏകനാമം. ഒന്നേ ഉള്ളൂ എന്ന് ഓർക്കണം. ഏതെങ്കിലും ഒന്നിനെ എടുത്തു പറയാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സംജ്ഞാനാമം. ഒരു കൂട്ടുകാരൻ നിർക്കുമ്പോൾ ഒന്ന് ഓർത്താ വെച്ചാൽ മതി. ഓക്കെ. രണ്ടാമതാണ് സാമാന്യനാമം എന്ന് നമ്മൾ പഠിച്ചു. സാമാന്യനാമത്തിന്റെ മറ്റൊരു പേര് വർഗനാമം എന്നാണ്. സാമാന്യനാമത്തിന്റെ മറ്റൊരു പേരെന്താണ്? വർഗനാമം എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് മേയനാമം. നാലാമത്തേതാണ് സർവനാമം. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ദ്രവ്യനാമമാണ്. ദ്രവ്യത്തിന്റെ പേരാണെന്ന് പറഞ്ഞു. അതിനകത്ത് സംജ്ഞാനാമമാണ് നോക്കുന്നത്. ഒരു പ്രത്യേക വ്യക്തിയെയോ ഒരു പ്രത്യേക വസ്തുവിന്റെയോ നാമമാണിത്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ ഒരു പ്രത്യേക വസ്തുവിന്റെയോ നാമമാണിത്. നിങ്ങൾ കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമ കണ്ടിട്ടുണ്ടോ? കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയില് ലാലേട്ടനും സലീം തെങ്ങ് കവുങ്ങ് മാവ് അടയൊക്കെ ഓർമ്മയുണ്ടോ? ആ ഡയലോഗ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ. അപ്പൊ ഈ സംജ്ഞാനാമം സാമാന്യനാമങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. തെങ്ങ്, കവുങ്ങ്, മാവിനെ പരീക്ഷിക്കുന്ന കുറച്ച് പേരുകളാണ്. രാധ, രാജു, അല്ലെ, രാമൻ, കൃഷ്ണൻ, ഭാരതപ്പുഴ. ഇതൊക്കെ PSC ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ഹിമാലയം. ഈ ഹിമാലയൊക്കെ ഓർത്ത് വെക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിക്കും, അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. ഭാരതപ്പുഴ, ഹിമാലയം, പമ്പ, സിംഹം, ഇതൊക്കെ ഓരോന്നിന്റെ പേരുകളാണ് അല്ലെ. ഒന്നേ ഉള്ളൂ. തെങ്ങ്, കവുങ്ങ്, മാവ്, രാമൻ, കൃഷ്ണൻ, അങ്ങനെ ഇങ്ങനെ ഒരെണ്ണത്തെ മാത്രം സൂചിപ്പിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സംജ്ഞാനാമം എന്ന് വിളിച്ചു. സംജ്ഞാനാമത്തിന്റെ ഒരു പേരെന്താണ്? പറഞ്ഞേ. സംജ്ഞാനാമത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഒറ്റ മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. പപ്പു പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ. ബ്രേക്ക് കട്ടാവുന്നുണ്ടെങ്കിൽ പറയണം, ആവുന്നുണ്ടെങ്കിൽ പറയണം. വോയിസ് ക്ലിയർ ഇല്ലെങ്കിൽ പറയണം. കമന്റിൽ ഇട്ടാ മതി. ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ പറഞ്ഞു സംജ്ഞാനാമത്തിന്റെ മറ്റൊരു പേര് ഏകനാമം എന്നാണ് അല്ലെ. ഒന്നിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. എന്തിന്റെയെങ്കിലും പേര് ഒരെണ്ണയുള്ളെങ്കിൽ നിങ്ങൾ ഓർത്തുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ. രണ്ടാമത്തേതാണ് സാമാന്യനാമം. സാമാന്യനാമത്തിന്റെ മറ്റൊരു പേരാണ് വർഗനാമം. എന്ത് നാമമാണ്? വർഗനാമം. വർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ.
അപ്പൊ വർഗത്തെ കുറിക്കുന്ന നാമമാണ് വർഗനാമം. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ പൊതുവെ പറയുന്ന പേര് ഒരേ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുവിനെയോ വ്യക്തിയെയോ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്താ? സാമാന്യനാമം. സാമാന്യനാമത്തിന്റെ മറ്റൊരു പേരാണ് ഉഭയനാമം. ഓക്കെ, ഉഭയനാമം എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. സാമാന്യനാമത്തിന് മറ്റൊരു പേരാണ്. വർഗനാമം എന്ന് പറഞ്ഞാലും സാമാന്യനാമം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓപ്ഷനിൽ ഒരു പക്ഷേ വർഗനാമം കണ്ടില്ലെങ്കിൽ സാമാന്യനാമം, അല്ലെങ്കിൽ നേരെ തിരിച്ച് സാമാന്യനാമം കണ്ടില്ലെങ്കിൽ വർഗനാമം എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലാലേട്ടന്റെ ഡയലോഗിലേക്ക് വരികയാണ്. തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ അല്ലെ? തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? തെങ്ങ് കവുങ്ങ് മാവ് ഇവയുടെ വർഗമാണ് പിള്ളേരെ എന്ത്? തെങ്ങ് കവുങ്ങ് മാവ് ഇവയുടെ വർഗമാണ് മരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിനകത്ത് അഭിജിത്ത് ഉണ്ട്, അലീനയുണ്ട്, അനഘയുണ്ട്, അതുപോലെ തന്നെ അനീസയുണ്ട്, അഞ്ജനയുണ്ട് അല്ലെ. ഇവരുടെ എല്ലാം വർഗം എന്താണ്? എന്താ നിങ്ങളുടെ എല്ലാം വർഗം എന്താ? നിങ്ങളുടെ എല്ലാം വർഗം എന്താ? മനുവിന്റെ, അഞ്ജനയുടെ ഒക്കെ വർഗം എന്താ? മനുഷ്യൻ എന്നുള്ളതാണ് അല്ലെ. ഇന്ദിരാഗാന്ധി പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചതാണ്. ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നരേന്ദ്രമോദി എന്നൊക്കെ തന്നിട്ട് അതിനകത്ത് വർഗനാമത്തിൽ പ്രധാനമന്ത്രി എന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഒരു പദവിയാണ്, അതൊരു വർഗമല്ല എന്ന് ഓർത്തു വെക്കണം. അങ്ങനെയൊന്നും പോയി മാർക്ക് ചെയ്യരുത്. നിങ്ങൾ ഓർക്കണം, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആയിക്കോട്ടെ, ഓക്കെ, എല്ലാം ഏത് വർഗത്തിൽപ്പെടുന്നതാണ്? മനുഷ്യൻ എന്ന വർഗത്തിൽപ്പെടുന്നതാണ്. ഞാൻ പറയുന്നു, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവയുടെ വർഗനാമം ഒന്ന് പറഞ്ഞേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ വർഗനാമം പറഞ്ഞേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ വർഗനാമം നദി എന്നുള്ളതാണ് അല്ലേ. വെരി ഗുഡ്, നദി എന്നുള്ളതാണ്. ഓക്കെ. സിംഹം, മാൻ പറഞ്ഞേ എന്തായിരിക്കും? സിംഹം, മാൻ, കാള പറഞ്ഞേ എന്തായിരിക്കും അതിന്റെ വർഗനാമം? മൃഗം. വെരി ഗുഡ്. ഓക്കെ. മയിൽ, മൈന, കുരുവി, പ്രാവ്, തത്ത എന്തായിരിക്കും? അതിന്റെ സാമാന്യനാമം എന്തായിരിക്കും? അല്ലെങ്കിൽ ഉഭയനാമം എന്താണ്? പക്ഷി എന്നുള്ളതാണ് അല്ലെ. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? ഇതെന്താണ് പ്രശ്നം അറിയില്ല. അല്ല, വീഡിയോ ഓൺ ആക്കി വെച്ചേക്കുന്നതിന്റെ അല്ല. അത് അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അപർണ മിസ് ക്ലാസ് എടുത്തപ്പോൾ ശരിയാവേണ്ടതല്ലേ. അപ്പൊ മീനുവിന്റെ വീഡിയോ ഓൺ ആണ്, വിഷ്ണുവിന്റെ വീഡിയോ ഓൺ ആണ്. അപ്പൊ അത് എന്തോ ടീച്ചറുടെ സൈഡിലുള്ള എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ, ഇപ്പൊ ടീച്ചർ ഇൻ കേസ് ലേറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. എന്നിട്ട് ഞാൻ ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ വേറൊരു ദിവസത്തേക്ക് ഞാനത് ഒന്നും കൂടി ഷെഡ്യൂൾ ചെയ്ത് തരാം. ടീച്ചർ പോയിട്ടില്ല, എവിടെ ഉണ്ട്? ഓക്കെ, അൺമ്യൂട്ട് ആയി പോയതാണോ? മ്യൂട്ട് ടീച്ചർ മാറ്റല്ലേ ഇടയ്ക്ക്. അങ്ങനെ മ്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാറ്റാൻ നിൽക്കേണ്ടി വരും, അതാണ് കാര്യം. ടീച്ചർ അൺമ്യൂട്ട് ആണ്.
വീണ്ടും കേൾക്കുന്നില്ലല്ലോ ടീച്ചർ പറയുന്നതൊന്നും. ഓക്കെ, ടീച്ചർ വരുമെന്ന് നോക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മിസ്സാകുവാണെങ്കിൽ ഞാനിത് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ടീച്ചർ അത് കൊടുക്കാത്തതുകൊണ്ടാണ്, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സാർ ഞാൻ ലൈനിലുണ്ട്. ഞാൻ സാറ് പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്. എനിക്ക് അൺമ്യൂട്ട് ആക്കാത്തൊരു പ്രശ്നമായിരുന്നു, മ്യൂട്ടായി പോകുന്നതാ. ടീച്ചർ അത് ഇടയ്ക്ക് ഒരു ടീച്ചർ ആ മ്യൂട്ട് ആക്കുമ്പോഴാണ് മ്യൂട്ടായി പോകുന്നത്. ഓക്കെ സാർ, അതെനിക്ക് അറിയില്ലായിരുന്നു, സോറി. ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദിയാണെന്ന് പറഞ്ഞു. പേരാൽ, അതുപോലെ തന്നെ പ്ലാവ്, തെങ്ങ് ഇതെല്ലാം വൃക്ഷമാണെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം ഇതായിരുന്നു: ഹിമാലയം, ആരവല്ലി. ഓപ്ഷനിൽ പർവ്വതം എന്നും പർവ്വത നിര എന്നും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ഉത്തരം മാർക്ക് ചെയ്യുക? പറഞ്ഞേ. പർവ്വതം എന്നും പർവ്വത നിര എന്നുണ്ടായിരുന്നു. എന്താണ് മാർക്ക് ചെയ്യുക? ഇതിന്റെ വർഗ്ഗനാമമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഹിമാലയം, ആരവല്ലി, പർവ്വതം, പർവ്വത നിര. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ തന്നത്. വെരി ഗുഡ്. പലരും പർവ്വത എന്നൊരു മനസ്സിലുണ്ടെങ്കിൽ അത് വായിച്ചോളൂ, പർവ്വത നിരയാണ് അല്ലേ. നമ്മൾ ഹിമാലയം എന്ന് പറയുമ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയവയുടെ കൂട്ടമല്ലേ, വർഗമല്ലേ. അതിന്റെ വർഗനാമം, സാമാന്യനാമം എന്താണ്? ഹിമാലയത്തിന്റെ സാമാന്യനാമം പർവ്വതനിര എന്നാണ്. ആരവല്ലിയുടെ പർവ്വതനിര എന്നാണ്. തെറ്റിക്കരുത്, തെറ്റിക്കരുത്, തെറ്റിക്കരുത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, എന്തായിരിക്കും അതിന്റെ സാമാന്യനാമം? പറഞ്ഞേ. വെരി ഗുഡ്. രാജ്യം: കേരളം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. എന്തായിരിക്കും? കേരളം, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര. സംസ്ഥാനം. വെരി ഗുഡ്. ഓക്കെ, സംസ്ഥാനമാണ്. പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂര്, കാസർഗോഡ്. ജില്ല, ഡിസ്ട്രിക്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സാമാന്യനാമവും സംജ്ഞാനാമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? എങ്ങനെ വന്നാലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമല്ലോ. മുൻവർഷ ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് മുഴുവൻ. നിങ്ങൾ ഓർത്തു വെക്കണം. ഹിമാലയം എപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ചോദ്യമാണ്. ഹിമാലയം പർവ്വതനിരയാണ്. ഗംഗ ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ അല്ലേ? നമ്മൾ മൂന്നാമത്തെ നാമത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ നാമമാണ് മേയനാമം. എന്താണ്? മേയനാമം. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും മേയനാമമാണ്. പ്രകൃതി പ്രതിഭാസം, നിങ്ങൾക്ക് അറിയുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. എന്തൊക്കെ പ്രകൃതി പ്രതിഭാസം നിങ്ങൾക്ക് അറിയാം? പറഞ്ഞേ വേഗം. പറഞ്ഞേ. അരുൺ കുമാർ പറയുന്നു കാറ്റ് അല്ലേ. മഴ, അനീസ പറയുന്നു മഴ. ഷെറിൻ മഴ. ഓക്കെ. മഞ്ഞ്. വരട്ടെ വരട്ടെ വരട്ടെ. മഴ, കാറ്റ്, വായു, മണ്ണ്. വെരി ഗുഡ്. ശ്രുതിൻ. അപ്പൊ ശ്രുതിൻ പറഞ്ഞതുപോലെ, നമ്മുടെ അനീസ പറഞ്ഞതുപോലെ, അരുൺ പറഞ്ഞതുപോലെ എന്താണ് പ്രകൃതി പ്രതിഭാസങ്ങൾ? പറഞ്ഞേ. മഞ്ഞ്, മഴ, കാറ്റ്, വായു, ഇടിമിന്നൽ, ഇരുട്ട്, രാത്രി, പകൽ, വെളിച്ചം, ചൂട്, തണൽ, നിഴൽ, നിലാവ് എല്ലാം എന്താണ്? പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമമാണ്. പരീക്ഷയ്ക്ക് ഭൂകമ്പം എന്താണ് ഷെറിനെ? ഭൂകമ്പം എന്ന് പറഞ്ഞ പ്രകൃതിക്ഷോഭം അഥവാ പ്രകൃതി ദുരന്തത്തിലേക്ക് വരും അല്ലെ. ഈ പ്രകൃതിയിൽ ജീവിക്കാൻ വേണ്ടി പ്രകൃതി കനിഞ്ഞു നൽകിയതെല്ലാം എന്താണ്? പ്രകൃതി പ്രതിഭാസങ്ങളാണ് അല്ലെ. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് അത് പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭമായിട്ട് മാറുന്നത്. അതോട് ഓർത്ത് വെക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ തിരിച്ചു വരുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമത്തിന് ഉദാഹരണമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ തന്നിരിക്കുന്നത്. നോക്കിക്കേ. ജാതിയായോ സമൂഹമായോ തരംതിരിക്കാനാവാത്തത്. ഒറ്റപ്പദം ചോദിച്ചാൽ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം എന്താ? മേയനാമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ സ്ലൈഡിൽ തന്നത്. വ്യക്തിയായോ ജാതിയായോ സമൂഹമായോ വേർതിരിക്കാൻ കഴിയാത്തത് എന്താണ്? ജാതി എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? നമ്മൾ മാട്രിമോണി സൈറ്റിൽ കാണുന്ന ജാതിയല്ല. ഇവിടെ ആകെ രണ്ട് ജാതിയുള്ളൂ, സ്ത്രീ ജാതിയും പുരുഷ ജാതിയും. നിങ്ങളൊന്ന് ആലോചിച്ച്, ആരെങ്കിലും ആൺമഴ, പെൺമഴ,
ആൺമഞ്ഞ് പെൺമഞ്ഞ് എന്ന് പറയോ? ഹായ് നല്ല ആൺവെയിൽ വന്നിരിക്കുന്നു, പെൺവെയിൽ വന്നിരിക്കുന്നു എന്ന് പറയോ? പറയോ? ഇല്ല അല്ലേ? അപ്പൊ എന്താണ്? അതിനെ സ്ത്രീയായോ പുരുഷനായോ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. അതിനെയാണ് ജാതി വ്യക്തി ഭേദമന്യേ അതിനൊരു വേർതിരിവില്ല. അതുപോലെ വന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾ ഓർത്തു വെക്കണം, ഒറ്റയായോ വർഗമായോ വേർതിരിക്കാൻ കഴിയാത്ത നാമമാണ് മേയനാമം. ഹായ് നല്ല മഴകൾ എന്ന് പറയൂ, ഹായ് നല്ല മഴ എന്ന് പറയൂ. നല്ല മഞ്ഞുകൾ എന്ന് പറയൂ, നല്ല മഞ്ഞ്. കുപ്പിയിൽ നല്ല വെള്ളങ്ങൾ എന്ന് പറയോ? പറയോ? അതിനെന്തില്ല? നമ്മൾ ബഹുവചന തലത്തിലേക്കോ അല്ലെങ്കിൽ വർഗ തലത്തിലേക്കോ മാറ്റാറുണ്ടോ? ഇല്ല. അപ്പൊ അതിന് ഒറ്റയായ വർഗമായ വേർതിരിവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒരു സെന്റൻസ് വാചകം തന്നാൽ, പ്രസ്താവന എന്ന് പറഞ്ഞ എന്താ? പറച്ചിലെന്നാണ് അല്ലേ? പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു പ്രസ്താവന കണ്ടാൽ നിങ്ങൾ ഓർക്കണം, മേയനാമത്തിന് ജാതി വ്യക്തി ഭേദമന്യേ വേർതിരിവില്ല. ഒറ്റയായ വർഗമായി അവയെ വേർതിരിക്കാൻ കഴിയില്ല. എല്ലാ മേയനാമവും ഓർക്കണം, എല്ലാ മേയനാമവും എന്താണ്? പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കീഴിൽ വരുന്നതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും മേയനാമങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു മാർക്കാണ്. ക്ലിയർ ആണല്ലോ? കാറ്റ്, മഞ്ഞ്, മഴ, വായു, വെള്ളം, എപ്പോഴും ഇത് ഓർത്ത് വയ്ക്കുക. എല്ലാ പ്രകൃതി പ്രതിഭാസവും മേയനാമത്തിന് ഉദാഹരണമാണ്. ഓക്കെ. വെയിൽ, മഴ, ഇരുട്ട്, വായു, വെള്ളം, മഞ്ഞ്, കാറ്റ്, മണ്ണ്, നിലാവ്, നിഴൽ, തണൽ, പകൽ, മിന്നൽ. ഓക്കെ ആണോ? നാലാമത്തേതാണ് സർവനാമം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ദ്രവ്യനാമത്തിന്റെ തരംതിരിവുകളെ കുറിച്ചാണ്. ദ്രവ്യനാമത്തെ 4ആയി തിരിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചു സംജ്ഞാനാമം, രണ്ടാമത് പഠിച്ചു സാമാന്യനാമം, മൂന്നാമത് പഠിച്ചു മേയനാമം, നാലാമത് പഠിക്കുന്നതാണ് സർവനാമം. അതിൽ ഏകനാമം എന്ന് പറഞ്ഞാൽ സംജ്ഞാനാമമാണെന്ന് ഓർക്കണം. വർഗനാമം എന്ന് പറഞ്ഞാൽ സാമാന്യനാമമാണെന്ന് ഓർക്കണം. ഇനി സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് കാറ്റഗറി നമ്പർ 76/2023 നമ്മൾ നോക്കിയ മുൻവർഷ ചോദ്യം. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഒരു നാമം ആവർത്തിക്കാതിരിക്കാൻ ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. ആ നാമതുല്യമായ പദം എന്നത് നിങ്ങളൊന്ന് അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. നാമതുല്യമായ പദം. ഇന്ന് ക്ലാസ്സിൽ ഷെറിൻ കയറിയില്ല എന്ന് വയ്ക്കുക. ഓക്കെ, ഷെറിൻ ക്ലാസ്സിൽ കയറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവൾ കയറിയില്ല എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? അവൻ എന്ന് പ്രയോഗിക്കുന്നു. ശരിയായിരിക്കോ? അല്ലെങ്കിൽ വിദ്യ എന്ന പേരിന് പകരം ഞാൻ എന്തുകൊണ്ട് അവൻ ക്ലാസ്സിൽ കയറിയില്ല എന്ന് പറയുകയാണ്? പേരിന് പകരം ഞാൻ വേറൊരു സർവനാമം ഉപയോഗിച്ചു. ശരിയാവോ? ആ പദത്തിന് തുല്യായിരിക്കണം, ആ ലിംഗത്തിന്, ആ ജാതിക്ക് തുല്യായിരിക്കണം. ഏതെങ്കിലും ഒരു നാമം ഉപയോഗിച്ചാൽ മതി അവിടെ? പറ്റില്ല. നമ്മള് പ്രയോഗ സൗകര്യത്തിനായി ഒരു നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം പറഞ്ഞേ. പ്രയോഗ സൗകര്യത്തിനായി നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ ശബ്ദമാണ്, നാമതുല്യമായ ശബ്ദമാണ് എന്ത്? സർവനാമം എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മുടെ ഒരു കൂട്ടുകാരന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ എന്നാണ്, അല്ലെങ്കിൽ പ്രഹ്ലാദൻ എന്നാണ്. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അവൻ എന്ന് ചേർക്കുന്നു അല്ലേ? പ്രയോഗിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ ശബ്ദം അല്ലെങ്കിൽ മറ്റൊരു നാമാണ് സർവനാമം. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ്. പ്രയോഗ സൗകര്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമത്തിന് തുല്യമായ പദം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയുന്നത് ഈ സർവനാമത്തിന് ഒരു തരംതിരിവുണ്ട്. ഓക്കെ, 3 വിഭാഗമായിട്ട് നിങ്ങളത് പഠിക്കും. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. നിങ്ങൾ ഒപ്പം വരണേ. നമ്മൾ ആദ്യം എന്താണ് നാമം എന്ന് പഠിച്ചു. എന്തിനെങ്കിലും പേരായ ശബ്ദമാണ് നാമം. നാമത്തെ ആദ്യം എത്രയായി തിരിച്ചു നമ്മൾ പറഞ്ഞേ? 3ആയി തിരിച്ചു. ദ്രവ്യം, ഗുണം, ക്രിയ. ദ്രവ്യത്തിൽ നമ്മൾ എത്രയായി തിരിച്ചു? 4ആയി തിരിച്ചു. സംജ്ഞ, സാമാന്യം, മേയം, സർവം. സർവനാമത്തെ നമ്മൾ 3ആയി തിരിക്കുന്നു. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഓക്കെ,
പലർക്കും ഒരു ധാരണയുണ്ട് മലയാളത്തില് പ്രഥമൻ എന്ന് പറഞ്ഞ ഒന്നല്ലേ, അപ്പൊ ഒന്നാമനാണോ ഈ പ്രഥമൻ? അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? സാധാരണ ആളുകൾക്ക് അങ്ങനെ വരുന്ന സംശയം. ഈ പ്രഥമൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും അല്ലേ. പ്രഥമ ഗണനീയനാണ്, ആദ്യം തന്നെ പരിഗണിക്കേണ്ടവനാണ്. പായസങ്ങളിൽ ഒന്നാമനായത് കൊണ്ടാണ് പാലടയ്ക്ക് അടപ്രഥമൻ എന്ന പേര് വന്നത് അല്ലേ. അപ്പൊ ഈ പ്രഥമൻ എന്ന് പറയുമ്പോൾ അതിലെന്താ തേർഡ് പേഴ്സൺ എന്ന് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, നൗണ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ തെറ്റിക്കരുത്. പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാകരണത്തില് ഗ്രാമർ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എത്രാമത്തെയാണ്? മൂന്നാമത്തെ വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളൊരു സദ്യക്ക് പോയിരിക്കുകയാണ്, പായസം പ്രഥമനാണ്. നിങ്ങൾ എത്ര ഗ്ലാസ് പായസം കുടിക്കണം? 3 ഗ്ലാസ് പായസം കുടിക്കണം. നിങ്ങൾ എത്ര ഗ്ലാസ് പായസം കുടിക്കണം? 3 ഗ്ലാസ് പായസം കുടിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പ്രഥമനാണ്, പായസത്തിൽ എത്ര ഗ്ലാസ് കുടിക്കണം? 3 ഗ്ലാസ്. അപ്പൊ മൂന്നാമനാണ് ആര്? പ്രഥമ പുരുഷ സർവനാമം. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വ്യക്തി, തേർഡ് പേഴ്സൺ ആണ്. ഉത്തമ പുരുഷ സർവനാമം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഫസ്റ്റ് പേഴ്സൺ, പറയുന്ന ആളാണ് അല്ലേ. നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും ഉത്തമന്മാരായിരിക്കും അല്ലേ. ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, ഞാനൊരു വഷളനാണെന്ന് ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കോ? ആഗ്രഹിക്കോ? ഞാനൊരു വഷളനാണെന്ന് ആരെങ്കിലും പറയോ? നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഉത്തമന്മാരായിരിക്കും അല്ലേ. നമ്മൾ നമ്മളെ കുറിച്ച് നല്ലതല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഉത്തമന്മാരായിരിക്കും. അപ്പോൾ പറയുന്ന ആൾ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ഉത്തമ പുരുഷ സർവനാമം. പറയുന്ന ആൾ അഥവാ ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ഉത്തമ പുരുഷ സർവനാമം. പരീക്ഷയ്ക്ക് ഇതിന് പകരം ഒരു വാക്ക് വന്നത് ഈ വക്താവ് എന്ന. വക്താവ്, ഒറ്റപദം ചോദിക്കുക, എന്താണ് വക്താവ്? പറയുന്ന ആൾ. ഒറ്റപദം എന്താണ്? വക്താവ്. ഞാൻ ഇവിടെ വക്താവാണ് അല്ലേ. പറയുന്ന ആൾ, ഒറ്റപദം പഠിച്ചോളൂ, വക്താവ്. കേൾക്കുന്ന ആൾ ആരാണ്? ശ്രോതാവ്. പറയുന്ന ആൾ വക്താവാണെങ്കിൽ കേൾക്കുന്ന ആൾ ശ്രോതാവാണ്. കേസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു 2018-19 കറക്റ്റ്. ശ്രോത്രി എന്നുള്ള ചോദ്യം വീണ്ടും തുടങ്ങിയത് അവിടെ നിന്നാണ്. ശ്രോത്രി, ശ്രോതാവിന്റെ എതിർലിംഗം എന്നാണ് ചോദിക്കും. ശ്രോത്രി എന്നുള്ളതാണ്. ഒരു 80% ചോദ്യങ്ങളിലും നിങ്ങൾക്ക് ലിംഗം പഠിക്കുന്ന സമയത്ത് താവ് എന്നതിന് പകരം എന്ത് കൊടുത്താൽ മതി? 3 എന്ന് കൊടുത്താൽ മതി. ഒരു പൊടിക്കൈയാണ്. താവ് മാറ്റി എന്താക്കുക? അവിടെ 3 എന്ന് കൊടുക്കുക. ഇനി 80% എന്നാണ് ഞാൻ പറഞ്ഞതേ, ബാക്കി 20% നോക്കിക്കേ. മാതാവ് എന്താക്കരുത്? മാതൃയാക്കരുത്. പിതാവ് പിതൃയാക്കരുത്. ഭർത്താവ് ഭർത്തൃയാക്കരുത്. അതുപോലെ തന്നെ ജാമാതാവ് ജാമാതൃയാക്കരുത്. മാതാവിന്റെ എതിർലിംഗം പിതാവ്, ഭർത്താവിന്റെ എതിർലിംഗം ഭാര്യ, ജാമാതാവിന്റെ എതിർലിംഗം സ്നുഷ. അത് ഓർത്ത് വെക്കണം. അതിനാണ് ഞാൻ 20% എക്സെപ്ഷൻ എടുത്തത്. 80% നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? താവ് മാറ്റി 3 ആക്കിയാൽ മതി. എല്ലാ കേസിലും ഇതാക്കരുത്, ലോജിക്ക് വെച്ച് നോക്കണം. ഓക്കെ. അധിഷ്ഠാവ് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കണം? അധിഷ്ഠാവ് മാറ്റിയിട്ട് ഈ ഠാവ് മാറ്റണം. എന്താക്കണം? അധിഷ്ഠാത്രി. കമിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്താക്കണം? കമിതാവ് മാറ്റി എന്താക്കണം? ഈ താവ് നമ്മൾ മാറ്റുന്നു. വേറൊന്നും മാറ്റാൻ കമ്മിറ്റിക്ക് അധികാരമില്ല. കമിതാവ് മാറ്റി കമിത്രി എന്നാക്കി. കമിതാവിന്റെ എതിർലിംഗം കമിത്രി ആക്കി. കർത്താവ് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ 2 തായ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഉത്തരത്തിൽ 2 താ കൊടുക്കരുത് കേട്ടോ. നമുക്ക് ഈ താവ് മാറ്റാൻ മാത്രം അധികാരമുള്ളൂ, ഒരു തായേ വരുള്ളൂ. കർത്താവിന്റെ എതിർലിംഗം കർത്തൃ. നേതാവിന്റെ എതിർലിംഗം എന്താണ്? നേതാവിന്റെ എതിർലിംഗം നമ്മൾ താവ് മാറ്റുന്നു, എന്ത് കൊടുക്കുന്നു? നേത്രി എന്ന് കൊടുക്കുന്നു അല്ലേ. അഭിനേതാവിന്റെ എതിർലിംഗം എന്തായിരിക്കും അപ്പോൾ? അഭിനേത്രി. അതാണ് ഞാൻ പറഞ്ഞത്, താവ് മാറ്റി എന്ത് ചെയ്യണം? 3 കൊടുത്താൽ മതി. വേറൊന്നും നമ്മൾ ചെയ്യരുത്. 2 താ അല്ലേ എന്ന് പറഞ്ഞ് 2 തായൊന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത്. കമിതാവ് കമിത്രി, ഓക്കെ, കർത്താവ് കർത്തൃ, നേതാവ് നേത്രി, അഭിനേതാവ് അഭിനേത്രി, ഉദ്യേതാവ് ഉദ്യേത്രി, അധിഷ്ഠാവ് അധിഷ്ഠാത്രി. ശ്രോതാവിന്റെ എതിർലിംഗം എന്താണപ്പോ? ശ്രോതാവിന്റെ എതിർലിംഗം എന്താണപ്പോ? പറഞ്ഞേ. ശ്രോത്രി. വെരി ഗുഡ്. എന്താണ്? ശ്രോത്രിന് തെറ്റിക്കോ? എളുപ്പല്ലേ?
ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? റെഡി അല്ലേ? റെഡി അല്ലേ പിള്ളേരെ? ഓക്കെ. അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു. കേൾക്കുന്ന ആള് ശ്രോതാവാണ്. ശ്രോതാവ് എതിർലിംഗം ശ്രോത്രിയാണെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ പറയുന്ന ആൾ എന്നതിന് പകരം ഒരു തവണ നമുക്ക് പരീക്ഷയ്ക്ക് വന്നത് വക്താവിനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. വക്താവിനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ആരാണ് ആ ഡാഷ്? വക്താവ്, പറയുന്ന ആളാണല്ലേ. ആരാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ഞാൻ രണ്ട് കാര്യം കൂടെ അഡീഷണൽ പറയുകയാണെ. വക്താവിനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ആരാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ക്ലിയർ ആണോ? പറയുന്ന ആളെ കുറിക്കുന്ന പദമാണ് ഉത്തമ പുരുഷ സർവനാമം. വക്താവിനെ കുറിക്കുന്ന നാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ആരാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് ഉത്തമ പുരുഷ സർവനാമം. മൂന്നും ഒന്ന് തന്നെയാണ്. ഓക്കെ. പറയുന്ന ആളിന് പകരം നിൽക്കുന്ന ശബ്ദത്തെ എന്ത് വിളിക്കാം നമുക്ക്? ഉത്തമ പുരുഷൻ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്, നമ്മളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ എന്തുപയോഗിക്കും? ഞാൻ, എൻ്റെ, അല്ലേ, എനിക്ക്, അല്ലേ, നമ്മൾ, തൻ, എല്ലാം എന്താണ്? ഞങ്ങൾ. ഇതെല്ലാം ഉത്തമ പുരുഷ സർവനാമമാണ്. ജഗതി പറഞ്ഞ പോലെ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്താണ്? ഉത്തമ പുരുഷനാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എൻ്റെ, എനിക്ക്, ഞാൻ, നമ്മൾ, ഞങ്ങൾ ഒക്കെ എന്താണ്? ഒക്കെ എന്താണ്? ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തേതാണ് നിങ്ങൾ പറഞ്ഞ മധ്യമ പുരുഷ സർവനാമം. അപ്പോ പറയുന്ന ആള് ഉത്തമനാണെങ്കിൽ കേൾക്കുന്ന ആള് മധ്യമനാണ്. കേൾക്കുന്ന ആളെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. കേൾക്കുന്ന ആളെ എന്താണ് വിളിക്കുക? കേൾക്കുന്ന ആളെ വിളിക്കുന്ന പേര് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? മധ്യമ പുരുഷ സർവനാമം. അപ്പോ കേൾക്കുന്ന ആളിന് പകരം നിൽക്കുന്ന ശബ്ദം, കേൾക്കുന്ന ആളിന് പകരം നിൽക്കുന്ന ശബ്ദം, അതാണ് മധ്യമ പുരുഷ സർവനാമം. ഇത് രണ്ട് വിധത്തിലാണ് പരീക്ഷയ്ക്ക് വന്നത്. ശ്രോതാവിനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ആരാണോ കേൾക്കുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. അല്ലെങ്കിൽ ആരോടാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. എല്ലാം ഒന്നാ. ആരാണോ പറയുന്നത് ഉത്തമൻ, ആരോടാണോ പറയുന്നത് മധ്യമൻ. ഞാൻ ഇവിടെ ഉത്തമ പുരുഷനാണ്, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരാണ്? മധ്യമ പുരുഷനാണ്. നിങ്ങളാണ് കേൾക്കുന്നത്, നിങ്ങൾ മധ്യമ പുരുഷനാണ്. നിങ്ങൾ ശ്രോതാക്കളായതുകൊണ്ട് തന്നെ നിങ്ങൾ മധ്യമ പുരുഷനാവുന്നു. അപ്പൊ ശ്രോതാവിനെ കുറിക്കുന്നത് എന്നോ, ആരോടാണോ പറയുന്നത്, ആരാണോ കേൾക്കുന്നത്, കേൾക്കുന്ന ആളിന് പകരം നിൽക്കുന്നത്, എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ മനസ്സിലാക്കണം അത് മധ്യമ പുരുഷനാണ്. കേൾക്കുന്ന ആള്, അല്ലെ, നമ്മൾ ആരോടാ പറയുന്ന അയാളല്ലേ കേൾക്കുക. അപ്പൊ കേൾക്കുന്ന ആൾ എപ്പോഴും എന്താണ്? മധ്യമ പുരുഷനാണ്. ഇത് ഞാൻ പറയാൻ കാരണം ചേരുംപടി ചേർക്കാനാണ് ഇത് ഒരു തവണ വന്നിരുന്നത്. ആരാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമം, ആരോടാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമം, ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമം. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം വന്നു എന്ന് വിലയിരുത്തി പഠിക്കുന്നതാണ് നല്ലത്. ആരാണോ പറയുന്നത്, അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഞാനാണ് പറയുന്നത്, ഞാൻ ഉത്തമനാ. ആരോടാണോ പറയുന്നത്, ഞാൻ നിങ്ങളോടാ പറയുന്നത്, അപ്പൊ നിങ്ങൾ മധ്യമനാ. ക്ലിയർ ആണോ? അപ്പോ നീ, നിങ്ങൾ എന്നൊക്കെ നമ്മൾ മറ്റൊരാളെ അഭിസംബോധന ചെയ്യാൻ വിളിക്കുകയാണ് അല്ലെ. അപ്പൊ കേൾക്കുന്ന ആളെ നമ്മൾ നീ എന്ന് പറയും, നിങ്ങൾ എന്ന് പറയും, താൻ എന്ന് പറയും, താങ്കൾ എന്ന് പറയും, അല്ലേ. നിന്നെ, നിനക്കൊക്കെ എന്താ? മധ്യമ പുരുഷ സർവനാമമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആരോടാണോ പറയുന്നത്, ആരാണോ കേൾക്കുന്നത്, കേൾക്കുന്ന ആളെ കുറിക്കുന്നത്, ശ്രോതാവിനെ കുറിക്കുന്നതൊക്കെ എന്താണ്? മധ്യമ പുരുഷ സർവനാമമാണ്. നീ, താൻ, നിങ്ങൾ ഒക്കെ എന്താണ്? മധ്യമ പുരുഷനാണ്. മൂന്നാമത്തേതാണ് പ്രഥമ പുരുഷൻ. നിങ്ങൾ സദ്യക്ക് പോയ പായസം പ്രഥമനാണെങ്കിൽ എത്ര ഗ്ലാസ് കുടിക്കണം എന്ന് പറഞ്ഞു? 3 ഗ്ലാസ് കുടിക്കണം എന്ന് പറഞ്ഞു. പറയാൻ കാരണം ഒരു തവണ പരീക്ഷയ്ക്ക് വന്നത് പറയുന്ന ആളും കേൾക്കുന്ന ആളുമല്ലാതെ മൂന്നാമനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. പറയുന്ന ആളും കേൾക്കുന്ന ആളുമല്ലാതെ മൂന്നാമനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. എന്തായിരിക്കും? അതാണ് പ്രഥമ പുരുഷ സർവനാമം. ഈ 3 എന്ന് പറയാനുള്ള കാരണം അതാ.
ശ്രോതാവും വക്താവും അല്ലാത്ത മൂന്നാമനെ കുറിക്കുന്ന നാമമാണ് ഡാഷ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഗാന്ധിജിയെ കുറിച്ച് പറയുന്നു. ഞാൻ ഉത്തമ പുരുഷനാണ്, നിങ്ങൾ മധ്യമ പുരുഷനാണ്, ഗാന്ധിജി പ്രഥമ പുരുഷനാണ്. ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് പ്രഥമ പുരുഷ സർവനാമം. ഇപ്പോൾ ഉത്തമൻ ഞാനാണ്, മധ്യമൻ നിങ്ങളാണ്, ഗാന്ധിജി പ്രഥമനാണ്. ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് പ്രഥമ പുരുഷ സർവനാമം. ആരെ പറ്റി പറയുന്നവോ അവർക്ക് പകരം നിൽക്കുന്ന നാമത്തെ വിളിക്കുന്ന പേര് പ്രഥമ പുരുഷനാണ്. ഞാൻ ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയും, അല്ലെ? വേദിയിലേക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ ആനയിക്കുമ്പോൾ അവർകൾ എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവനെന്നോ അവളെന്നോ അവർ എന്നോ പറയും, അല്ലേ? ഇപ്പോ അവർകൾ, അദ്ദേഹം, അവൻ, അവൾ, അവർ ഇതെല്ലാം പ്രഥമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. ഇത് ഞാൻ എൻ്റെ, എനിക്ക്, നീ, നിന്റെ, നിനക്ക്, അവൻ, അവൾ, അവർ എന്ന് കാണാതെ പഠിച്ചിട്ട് പോകുന്ന കൂട്ടർക്ക് വേണ്ടി ഒരു ചോദ്യം PSC കൊടുത്തിരുന്നു. അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇത് പ്രഥമ പുരുഷന്റെ ഉദാഹരണമാണല്ലോ ഞാൻ പഠിച്ചിട്ട് പോയത്. പക്ഷെ ചോദ്യം വന്നത് എന്താ, അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ എന്താണ് ഉത്തമൻ, എന്താണ് മധ്യമൻ, എന്താണ് പ്രഥമൻ എന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അവൻ എന്ന് പറയുന്നത് ആരാണ് ജ്യോതി ഇവിടെ? അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അവൻ ആരാണ്? ഉത്തമനാണോ, മധ്യമനാണോ, പ്രഥമനാണോ ജ്യോതി? ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ പ്രഥമൻ. തെറ്റാണ് ജ്യോതി, അവനാണ് ഞാൻ ചോദിച്ചത്. അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഇവിടെ ആരാണ് പറയുന്നത് ജ്യോതി? അവനാണ് പറയുന്നത്. അപ്പൊ പറയുന്നവൻ ആരായിരിക്കണം? ഉത്തമനാണ്, അല്ലേ? അവളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവളെ കുറിച്ചെന്ന് പറയുമ്പോ അവൾ ആരാണ്? അവൾ ആരാ? അവൻ അവളെ കുറിച്ചാണ് പറഞ്ഞത്. സിജി ശ്രദ്ധിക്കേ, അവളെ കുറിച്ച് ആരെ കുറിച്ചാണോ പറയുന്നത് അവരെന്താണ്? പ്രഥമനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അവനാണ് പറയുന്നത്, അവൻ ഉത്തമനാണ്. അവളെ കുറിച്ച് ആരെ കുറിച്ച് പറയുന്നു അതെന്താണ്? പ്രഥമനാണ്. അദ്ദേഹത്തോടാണ് പറഞ്ഞത്, അദ്ദേഹം എന്താണ്? അദ്ദേഹം എന്താണ്? മധ്യമനാണ്. ഓക്കെ, അവൻ അവളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അവൻ ഉത്തമനാണ്. അവളെ കുറിച്ച് അവൾ പ്രഥമനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം മധ്യമനാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഉദാഹരണം മാത്രം പഠിച്ചിട്ട് പോകരുതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും പ്രഥമ പുരുഷനും ഓക്കെ ആയില്ലേ? ക്ലിയർ ആയില്ലേ? മാറിപ്പോവോ? ആരാണോ പറയുന്നത് ഉത്തമൻ, വക്താവിനെ കുറിക്കുന്നത് ഉത്തമൻ. ആരാണോ കേൾക്കുന്നത്, ആരോടാണോ പറയുന്നത്, കേൾക്കുന്ന ആളെ കുറിക്കുന്നത്, ശ്രോതാവിനെ കുറിക്കുന്നത് മധ്യമൻ. പറയുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാത്ത മൂന്നാമനെ, വക്താവും ശ്രോതാവും അല്ലാത്ത മൂന്നാമനെ ആരെ കുറിച്ചാണോ പറയുന്നത് അവനെ വിളിക്കുന്നത് പ്രഥമ പുരുഷൻ. ക്ലിയർ ആണോ? ശരി ജ്യോതി. സ്മിത ജ്യോതിയോട് ഇന്ന് ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനാണല്ലേ. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു. സ്മിത ജ്യോതിയോട് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു. ഓ, സ്മിത ആരാണ് ജ്യോതി ഇവിടെ? സ്മിത ജ്യോതിയോട് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു. ജ്യോതി ഒരു എക്സാമ്പിൾ കൂടെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു. ജ്യോതി പറയുന്ന കേൾക്കുന്നുണ്ടോ? സ്മിത ജ്യോതിയോട് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു. ഞാനാണ്, സ്മിതയാണ് പറയുന്നത്, അല്ലേ? അപ്പൊ സ്മിത ആരാണ്? ഉത്തമ പുരുഷനാണ്. ജ്യോതി ആരാണ്? ജ്യോതി ആരാണ്? പറഞ്ഞേ, ജ്യോതി ആരാണ്? വെരി ഗുഡ്, ജ്യോതി മധ്യമ പുരുഷനാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ APJ അബ്ദുൽ കലാം ആരാ? അരുൺകുമാറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അരുൺകുമാറെ, പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാലേ
ആരെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പറയുന്ന ആൾ എപ്പോഴും ഉത്തമനാണ് എന്നാണ് ഞാൻ ഓർക്കാൻ പറഞ്ഞ അരുൺകുമാറെ. പറയുന്ന ആൾ എപ്പോഴും ഉത്തമനാണ്, പറയുന്ന ആൾ എപ്പോഴും ഉത്തമനാണ്, പറയുന്ന ആൾ എപ്പോഴും ഉത്തമനാണ്. ഞാനാണ് പറയുന്നത്, ഞാൻ ഉത്തമ പുരുഷനാണ്. അതായത് സ്മിതയാണ് പറയുന്നത്, സ്മിത ഉത്തമ പുരുഷനാണ്. ജ്യോതിയോടാണ് പറയുന്നത്, ജ്യോതി മധ്യമ പുരുഷനാണ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നു, APJ ആരാണ് അരുണേ? പ്രഥമ പുരുഷനാണ്. അരുൺകുമാർ എസ്, ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ പറയാം. പറയുന്ന ആൾ എപ്പോഴും ഉത്തമ പുരുഷനാണ്, കേൾക്കുന്ന ആള് മധ്യമനാണ്. നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി എന്താണ്? പ്രഥമ പുരുഷനാണ്. മൂന്നാമനാണ് എപ്പോഴും പ്രഥമൻ എന്ന് ഓർക്കാനാണ് ഞാൻ പറഞ്ഞത്. 3 ഗ്ലാസ് പായസം പ്രഥമനാണെങ്കിൽ എന്ന്. ഓക്കെയാണ് അരുണേ? എങ്കിൽ ഞാൻ അരുണിന് ഒരു ചോദ്യം തരുന്നു. മോഹൻലാൽ മമ്മൂട്ടിയോട് ജയറാമിനെ കുറിച്ച് പറഞ്ഞു. മോഹൻലാൽ മമ്മൂട്ടിയോട് ജയറാമിനെ കുറിച്ച് പറഞ്ഞു. മോഹൻലാൽ ആരാണ്? മമ്മൂട്ടി ആരാണ്? ജയറാം ആരാണ്? വെരി ഗുഡ്. ജയറാം പ്രഥമനാണ്, മോഹൻലാൽ ഉത്തമനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ലാൽ ഉത്തമനാണ്. മമ്മൂട്ടി ആരാ? മമ്മൂട്ടി മധ്യമനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ അല്ലേ? അരുൺകുമാറിന് ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി മറന്നു പോവാ? വെരി ഗുഡ്, വെരി ഗുഡ്. ഫൗസിയ, ഓക്കെ, ഡൺ. ജ്യോതിക്ക് സെറ്റായോ? ക്ലിയർ ആയോ ജ്യോതി? ഓക്കെ, ഡൺ. നമ്മൾ തിരിച്ചു പോകുന്നു. പ്രഥമ പുരുഷ സർവനാമം നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു നാമം എന്താണെന്ന്. നാമത്തെ 3ആയി തിരിച്ചു. ദ്രവ്യം, ഗുണം, ക്രിയ എന്ന് പഠിച്ചു. നമ്മൾ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കാൻ പഠിച്ചു. സംജ്ഞാനാമം, അത് ഏകനാമമാണ്. രണ്ടാമത്തത് സാമാന്യനാമം, മൂന്നാമത്തത് മേയനാമം, നാലാമത്തത് സർവനാമം. സർവനാമത്തെ വീണ്ടും 3ആയി തിരിക്കുന്നു. ഉത്തമൻ, മധ്യമൻ, പ്രഥമൻ. ഉത്തമൻ പറയുന്നു, മധ്യമൻ കേൾക്കുന്നു. പ്രഥമൻ ആരെ കുറിച്ചാണോ? ഇനി നമ്മൾ ദ്രവ്യം അവിടെ അവസാനിച്ചു. ഇതോടുകൂടി ദ്രവ്യനാമത്തിന്റെ കണക്ക് അവിടെ അവസാനിച്ചു. ഇനി രണ്ടാമത്, അത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. 4 ഓപ്ഷൻ, ഞാൻ ശരിയായ ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഞാൻ, ഞങ്ങൾ എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ ദ്രവ്യനാമം നമ്മൾ അവസാനിപ്പിച്ചു. നമ്മൾ ഗുണനാമത്തിലേക്ക് കടത്തുന്നു അല്ലെ? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്നിങ്ങനെ 3ആയി നാമത്തെ തിരിച്ചതിൽ ഗുണനാമത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഗുണം ആ വാക്കിനകത്ത് തന്നെയുണ്ട്. എന്താണ് ഗുണം? എന്താണ് ഗുണം? ക്വാളിറ്റി. എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ക്വാളിറ്റി. എന്താ ക്വാളിറ്റി വെച്ചാൽ ഗുണം. അങ്ങനെയാണോ? വിശേഷത. ഓക്കെ, അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗ്രാമറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആദ്യം മനസ്സിൽ കേൾക്കുക കേട്ടോ. ഓക്കെ അല്ലേ? മൈൻഡ് ബ്ലാങ്ക് അല്ലേ? കേട്ടോളൂ. ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്നതാണ് ഗുണനാമം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പൂവിന്റെ ഗുണം അതിന്റെ മണം ആണല്ലേ, അല്ലെങ്കിൽ അതിന്റെ നിറമാണല്ലേ. നക്ഷത്രത്തിന്റെ ഗുണം അതിന്റെ തിളക്കമാണ് അല്ലേ. ഒരു മനുഷ്യന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട ഗുണമായിട്ട്, അല്ലെങ്കിൽ സവിശേഷതയായിട്ട്, സ്വഭാവം വേണം, ഇന്ന സ്വഭാവം വേണമെന്ന് രാജി കണക്കാക്കുന്ന എന്തൊക്കെയാ? മനുഷ്യമാണം, മനുഷ്യത്വം. വെരി ഗുഡ്, അത് ശരിയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, പശുവാണം പശുത്വം, അതുപോലെയാണ് മനുഷ്യമാണം മനുഷ്യത്വം. പശുവിന് എങ്ങനെയാണ് പശുത്വം എന്നത് അതിന്റെ ജാതി ആവുന്നത്, അതുപോലെയാണ് മനുഷ്യന് മനുഷ്യത്വമാണ് വേണ്ടതെന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു അല്ലേ. അതുപോലെ ഒരു മനുഷ്യന് ഈ മനുഷ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഗുണം വേണമെന്നാണ്? അതെന്റെ ചോദ്യം. ഒരാൾക്ക് നന്മ വേണം അല്ലേ, വേണ്ടേ? വെരി ഗുഡ്. കരുണ വേണം. ഭവി പറയുന്നു കരുണ വേണം. സ്നേഹം വേണം. അതില്ലാതെ നമുക്ക് പറ്റില്ല അല്ലേ? സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ അല്ലേ? സ്നേഹം താൻ ശക്തി, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പാടിയതാരാണ്? സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പാടിയതാരാണ്? കുമാരനാശാനാണ് അല്ലേ. നന്മ, സ്നേഹം, ദയ അല്ലേ,
ഇനി കൃത്യനിഷ്ഠ, അച്ചടക്കം, സത്യസന്ധത, നിഷ്കളങ്കം, അല്ലേ? പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് അൻപ്. അൻപ് അല്ലേ? കുറച്ച് തമിഴ് ചായ്വ് വരും നമ്മൾ വിചാരിക്കില്ലേ? അൻപ്, സ്നേഹം, കരുണ, ദയ, വാത്സല്യം, വിനയം, ബുദ്ധി, സൗന്ദര്യം, ഉയരം, അല്ലേ? കൃത്യനിഷ്ഠ, അച്ചടക്കം, സത്യസന്ധത, നിഷ്കളങ്കത, സൗമ്യം, ഇതെല്ലാം എന്താണ്? ഗുണനാമത്തിന് ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നക്ഷത്രത്തിന്റെ തിളക്കം ഒരു ഗുണനാമമാണ്, അല്ലേ? അപ്പൊ നിറത്തെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ കുറിക്കുന്ന നാമമാണ് എന്ത്? ഗുണനാമം എന്നാണ് പറയുന്നത്. ഈ നന്മ, സ്നേഹം, മണം, തിളക്കം, ഉയരം, അൻപ്, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചു തന്നെ കേട്ടോ ഞാൻ തന്നിരിക്കുന്നത്. നന്മ, സ്നേഹം, മണം, തിളക്കം, ഉയരം, അൻപ്, വാത്സല്യം, സത്യസന്ധത, കൃത്യനിഷ്ഠ, ഏത് ഠായാണ് നോക്കിക്കേ? കരുണ, അച്ചടക്കം, സൗന്ദര്യം, വിനയം, ബുദ്ധി, വെളുപ്പ്, കറുപ്പ്. പരീക്ഷയ്ക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിറം എന്ന് പറഞ്ഞിട്ട് കറുപ്പ്, വെളുപ്പ് എന്ന് തരും. തൊട്ട് താഴെ കറുത്ത, വെളുത്ത എന്ന് തരും. നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും കറുത്ത, വെളുത്ത എന്ന ഓപ്ഷനിലേക്ക് നോക്കുക പോലും അരുത്. എന്തുകൊണ്ടാ? നിങ്ങൾ ഡോറ ബുജി കാണുന്നു അല്ലേ? അതിനകത്ത് വലിയ ചുവന്ന കോഴി എന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താണ് ചുവന്ന കോഴി? കറുത്ത പശു, വെളുത്ത പാൽ, കറുത്ത കോഴി, വെളുത്ത മുട്ട. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കറുത്ത, വെളുത്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ചുവന്ന ആകാശം, കറുത്ത, വെളുത്ത, ചുവന്ന. സിമ്പിളായിട്ട് ഓർത്ത് നോക്കിക്കേ. ചുവന്ന കോഴി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രുതിൻ, ശിശിര, വെരി ഗുഡ്. അതിന്റെ വിശേഷണാണല്ലേ? ഒരിക്കലും വിശേഷണം ഗുണനാമത്തിൽ വരില്ല. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം വിശേഷണം ഗുണനാമം അല്ല. കറുത്ത, വെളുത്ത എന്ന് പറയുമ്പോ ആ ജീവിയുടെ വിശേഷണാണത്, അല്ലേ? കറുത്ത കുതിര എന്ന് പറയുമ്പോൾ കുതിരയുടെ വിശേഷണമാണ് കറുത്ത. ഉത്തരം നമ്മൾ നോക്കണം. ഗുണനാമം എപ്പോഴും കറുപ്പ്, വെളുപ്പ് എന്നാണ് മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. വിശേഷണം ഗുണനാമം അല്ല. വിശേഷണം ഗുണനാമം അല്ല. ഓക്കെ ആണോ? കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്ന് തന്നാൽ മാത്രമാണത് എന്തിലാവുള്ളൂ? ഗുണനാമത്തിലാവുള്ളൂ, അല്ലേ? മിടുക്കൻ, മിടുക്കൊരു ഗുണാണ്, അല്ലേ? സൗന്ദര്യം ഒരു ഗുണാണ്. താഴെ പറയുന്നവയിൽ മിടുക്കൻ എന്ന ഗുണനാമത്തിന്റെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചിരുന്നു. മിടുക്കൻ, മിടുക്ക് എന്നത് ഗുണനാമത്തിന്റെ ഒരു ചിത്രീകരണമാണ്. മിടുക്ക്, മിടുക്കുള്ളവനാണ് മിടുക്കൻ. മിടുക്ക് ഒരു ഗുണാണ്. സുന്ദരി, സൗന്ദര്യമുള്ളവളാണ് സുന്ദരി. സൗന്ദര്യം, അല്ലേ? ബിംബാത്മകമായി അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് ഗുണനാമമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്നതാണ് ഗുണനാമം. ക്ലിയർ ആണോ? ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്നതാണ് എന്ത്? ഗുണനാമം. ക്ലിയർ അല്ലേ? മൂന്നാമത്തതാണ് ക്രിയാനാമം. ക്രിയനാമമല്ല, ക്രിയാനാമം. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. അഥവാ ക്രിയയുടെ പേരിനെയാണ് ക്രിയാനാമം എന്ന് പറയുക എന്നാണ് പറയുന്നത്. ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമം. ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ. വിശേഷണം, സവിശേഷത, അതെങ്ങനെയാ? അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് മിടുക്കനായ കുട്ടി, അല്ലേ? മിടുക്കനായ കുട്ടി എന്ന് പറയുമ്പോ അവിടെ എന്താണ്? ആയ എന്നൊരു ശബ്ദം വരുന്നുണ്ട്, അല്ലേ? മിടുക്കനായ കുട്ടിയുടെ വിശേഷണാണ്. ഓക്കെ. അവന്റെ സവിശേഷത മിടുക്ക് മാത്രമായിരിക്കുമോ? അവന് കുറെ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് അവന് ആ മിടുക്കൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു തലത്തിൽ അതെന്തായിരിക്കാം? ഒന്നായിട്ട് നമുക്ക് ചിത്രീകരിക്കാമെങ്കിലും കുറെ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ സുന്ദരിയായ സ്ത്രീ, അത് വിശേഷണമാണ്, അവിടെ വരില്ല കേട്ടോ. സുന്ദരിയായ സ്ത്രീ, സുന്ദരിയായ സ്ത്രീ എന്ന് വരുമ്പോൾ അത് വിശേഷണമാണ് ജ്യോതി. ഓക്കെ, അത് ഇതിൽ വരില്ല. നോക്കിക്കേ, ഞാൻ പറഞ്ഞു വന്നത് ക്രിയാനാമം. എനിക്ക് ഇപ്പോഴും എന്താണ് ക്രിയ, എന്താണ് കർത്താവ്, എന്താണ് കർമ്മം എന്നറിയില്ല എന്നുള്ളവരൊന്ന് വേഗം പറഞ്ഞേ. അപ്പൊ ശരിയാക്കി തരാം. എനിക്ക് എന്താ കർത്താവ്, കർമ്മം, ക്രിയ അറിയില്ല. എനിക്ക് കുറച്ച് പുറകിലാണ് ഞാൻ. എനിക്കത് കണ്ട പെട്ടെന്ന് എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ അറിയില്ല അത് എന്നുള്ളവര് പോന്നോട്ടെ, പോന്നോട്ടെ, പോന്നോട്ടെ.
ഓക്കെ, ഇനി നിങ്ങള് ജന്മത്തിൽ അത് അറിയില്ല എന്ന് പറയരുത്. നമ്മൾ പണ്ട് പഠിച്ചൊരു സംഭവമായിരുന്നു, ഈ രാമൻ രാവണനെ കൊന്നു അല്ലേ. രാമൻ രാവണൻ, ഇത് നമുക്ക് അറിയാത്ത കഥാപാത്രങ്ങളായതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് മറന്നു പോകുന്നു. നമുക്ക് അറിയുന്ന കഥാപാത്രത്തെ നമ്മൾ എടുക്കുകയാണ്. ആരാണ് അറിയുന്ന കഥാപാത്രങ്ങൾ? കട്ടപ്പ ബാഹുബലിയെ കൊന്നു. ആരാ? കട്ടപ്പ ബാഹുബലിയെ കൊന്നു. നിങ്ങൾക്കൊരു വാക്യം കണ്ടാൽ പെട്ടെന്ന് ക്രിയ മനസ്സിലാകുക, അതിനാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ടാവോ? ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. ക്രിയ എന്നാൽ സിമ്പിളായി പറഞ്ഞു കൊടുക്കണം. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്ത്? ക്രിയ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ എഴുതുന്നു, അതൊരു പ്രവൃത്തിയാണല്ലേ. നിങ്ങൾ ഇരിക്കുന്നു, അതൊരു അവസ്ഥയാണ്. ചിലരിരുന്ന് ഉറക്കം തൂങ്ങും, അതും ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പൊ ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ഇതെല്ലാം അവസ്ഥയാണ്. എറിയുന്നു അല്ലേ, ഇതൊക്കെ എന്താണ്? എഴുതിപ്പിക്കുന്നു, ഇതൊക്കെ എന്താണ്? പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തി, ഒരു ബാങ്കിന് മുന്നിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി, അദ്ദേഹം പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് സാലറി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഒരു സെക്യൂരിറ്റിക്ക്? അദ്ദേഹം ഒരു അവസ്ഥയിലാണ് അല്ലെ നിൽക്കുക. ഹോട്ടലിന് മുന്നിൽ ഭക്ഷണം അല്ലേ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ബോർഡ് പിടിച്ച് നിൽക്കും, അദ്ദേഹം ഒരു അവസ്ഥയിലാണ് അല്ലെ നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഒരു പ്രവൃത്തിയോ ഒരു അവസ്ഥയോ എന്തു തന്നെയാണ്? ക്രിയ തന്നെയാണ്. ക്രിയയുടെ മറ്റൊരു പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ, വിന അല്ലെങ്കിൽ കൃതി. വിന എന്നറിയപ്പെടുന്നതും കൃതി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ക്രിയയാണ്. ഒരു പ്രവൃത്തിയോ ഒരു അവസ്ഥയോ എന്താണ്? ഒരു പ്രവൃത്തിയോ ഒരു അവസ്ഥയോ എന്താണ്? നിങ്ങളെ ചോദിച്ചാൽ എന്താണ് ക്രിയ ചോദിച്ചാൽ വർക്ക്, എന്താണ് വർക്ക് ചോദിച്ചാൽ ക്രിയ, അങ്ങനെ ആവരുത്. അല്ലെങ്കിൽ എന്താണ് ക്രിയ ചോദിച്ചാൽ പ്രവൃത്തി എന്ന് തിരിച്ചു പറയുന്ന രീതിയിലേക്ക് മാറരുത്. ക്രിയ എന്നാൽ ഒരു പ്രവൃത്തിയോ ഒരു അവസ്ഥയോ ആണ്. അവസ്ഥയും ക്രിയയാണ്, പ്രവൃത്തി മാത്രമല്ല. അവസ്ഥയും എന്ത് തന്നെയാണ്? ക്രിയ തന്നെയാണ്. അവസ്ഥയും ക്രിയയാണല്ലോ. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ക്രിയ ചെയ്യുന്ന ആളാരാണ്? കർത്താവ്. ഒരു ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് കർമ്മം. ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ആര്? കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ആര്? കർമ്മം. ഒന്നുകൂടെ പറയുന്നു, ഒരു പ്രവൃത്തിയെയോ ഒരു അവസ്ഥയെയോ ക്രിയ എന്ന് വിളിക്കാം. ക്രിയ ചെയ്യുന്ന ആളാരാണ്? കർത്താവ്. ക്രിയയുടെ ഫലം അഥവാ റിസൾട്ട് അനുഭവിക്കുന്ന ആളാണ് കർമ്മം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ഒരു വാക്യഘടന. കർത്താവ്, കർമ്മം, ക്രിയ. ക്രി. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥ ക്രിയയാകുന്നു, പ്രവൃത്തി ചെയ്യുന്ന ആൾ കർത്താവാകുന്നു, അതിന്റെ റിസൾട്ട്, ആ ക്രിയയുടെ റിസൾട്ട് ഫലം കർമ്മമാകുന്നു. കൊന്നു എന്നുള്ളത് എന്താണ്? ക്രിയയാണെന്ന് മനസ്സിലായി അല്ലെ. കട്ടപ്പ ബാഹുബലിയെ കൊന്നു. ഇവിടെ കൊന്നു എന്ന് പറയുന്നത് ക്രിയയാണ്. ക്രിയ ചെയ്ത ആളാരാ? ഇവിടെ കൊന്നു, കൊല്ലുക എന്ന ക്രിയ ചെയ്ത ആളാരാ? കട്ടപ്പ ബാഹുബലിയെ കൊന്നു. ആരാണ് കൊന്നത്? കർത്താവ്, കട്ടപ്പ. വെരി ഗുഡ്. കട്ടപ്പ ഇവിടെ കർത്താവാണ്. കൊല്ലുക എന്ന ക്രിയയുടെ ഫലം എന്താണ്? പറഞ്ഞേ, കൊല്ലുക എന്ന ക്രിയയുടെ ഫലം എന്താ? കൊന്നെന്ത് സംഭവിക്കും? മരിക്കും അല്ലേ. മരണം ഏറ്റുവാങ്ങിയതാരാ? മരണം ഏറ്റുവാങ്ങിയതാരാ? ബാഹുബലി. അപ്പോൾ കൊന്നു ക്രിയ, കർത്താവ് കട്ടപ്പ, ഫലം കർമ്മം ആരാണ്? ബാഹുബലി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കട്ടപ്പ ബാഹുബലിയെ കൊന്നു. കൊന്നു ക്രിയ, ക്രിയ ചെയ്ത ആള് കർത്താവ്, ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആള് കർമ്മം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി തെറ്റിക്കോ? അപ്പോ കട്ടപ്പ ബാഹുബലിയെ കൊന്നു. കൊന്നു എന്നത് ക്രിയ ആവുന്നു, ബാഹുബലി കർമ്മമാകുന്നു, കട്ടപ്പ കർത്താവാകുന്നു. ആകാശ അരുണിനെ അടിച്ചു. ചോദ്യം വ്യക്തമാണ്. ആകാശ അരുണിനെ അടിച്ചു. വിഷ്ണു ഇവിടെ എന്താ? വിഷ്ണു ക്രിയ. ആകാശ് അരുണിനെ അടിച്ചു.
ആകാശ് അരുണിനെ അടിച്ചു. ആകാശ് അരുണിനെ അടിച്ചു. ആകാശ് അരുണിനെ അടിച്ചു. പറഞ്ഞേ. അടിച്ചു എന്നത് ക്രിയയാണ്. വെരി ഗുഡ്. ആകാശ് എന്നത് കർത്താവാണോ? വെരി ഗുഡ്. ആകാശ് കർത്താവാണ്. അരുൺ എന്നത് കർമ്മമാണോ? ആകാശ് അരുണിനെ അടിച്ചു. അരുണിനല്ലേ വേദനിച്ചപ്പോ അരുൺ എന്താണ്? കർമ്മമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അരുൺ, ആകാശ്, ആ വാക്ക് എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ. ആകാശ് അരുണിനെ അടിച്ചു. ആകാശ് കർത്താവാകുന്നു. അടിച്ചു ക്രിയയാകുന്നു. അതിന് വേദന അനുഭവിച്ച ആരാണ്? അരുണാണ്. അല്ലെ? അരുൺ കർമ്മമാണ്. മലർ ജോർജിനെ തേച്ചു. പറഞ്ഞേ. നമ്മൾക്ക് എളുപ്പമായിട്ട് നമ്മൾ സിനിമയിൽ നിന്ന് പഠിക്കണം. മലർ ജോർജിനെ തേച്ചു. പറഞ്ഞേ. തേച്ചു എന്താ? ക്രിയ. കർത്താവാര്? മലർ. അതിന്റെ ഫലം അനുഭവിച്ചത് കരഞ്ഞ് ഇറങ്ങി വന്നതാരാ? ജോർജ്. ആരാ? കർമ്മം. മനസ്സിലായോ? ഇനി ഇങ്ങനെ ഒന്നും കിട്ടില്ലേ? രമ്യ പാമ്പിനെ അടിച്ചു. രമ്യ പാമ്പിനെ അടിച്ചു. പറഞ്ഞേ. രമ്യ പാമ്പിനെ അടിച്ചു. പാമ്പ കർമ്മമാണ്. രമ്യ കർത്താവാണ്. അടിച്ചു ക്രിയയാണ്. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഒന്നും കിട്ടിയില്ലേ? ഇനി രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് വരുന്ന രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ്. നിങ്ങള് ഒരു ധാരണയുണ്ട്, പരീക്ഷയ്ക്ക് 3 വാക്ക് വന്നാൽ അതിനകത്ത് കർമ്മമുണ്ട്, 2 വാക്ക് വന്നാൽ അതിനകത്ത് കർമ്മമില്ല എന്ന്. കർമ്മമുള്ളതിനെ സകർമ്മക ക്രിയ എന്നും കർമ്മമില്ലാത്തതിന് അകർമ്മക ക്രിയ എന്നാണ് പറയുക. അതൊക്കെ നമ്മൾ പഠിക്കും. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. 2 ഉണ്ടെങ്കിൽ കർമ്മം ഇല്ല എന്നല്ല. തന്നിരിക്കുന്ന ക്രിയയോട്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരും. തന്നിരിക്കുന്ന ക്രിയയോട് 2 ചോദ്യം ചോദിക്കണം. ക്രിയ ഏതാണെന്ന് മനസ്സിലായി? 2 ചോദ്യം. ആരെ, എന്തിന്. ഇതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കരുത്. സുഖമാണോ, ഭക്ഷണം കഴിച്ചോ ഒന്നും ചോദിക്കരുത്. ആരെ, എന്തിനെ. ആരെ, എന്തിനെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ ആ ഉത്തരമാണ് കർമ്മം. തന്നിരിക്കുന്ന ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഉത്തരം കർമ്മമാണ്. കട്ടപ്പ ബാഹുബലിയെ കൊന്നു. ആരെ കൊന്നു? ബാഹുബലിയെ കൊന്നു. എന്തിനെ കൊന്നു? ബാഹുബലിയെ കൊന്നു. ആകാശ് അരുണിനെ അടിച്ചു. ആരെ അടിച്ചു? അരുണിനെ അടിച്ചു. എന്തിനെ അടിച്ചു? അരുണിനെ അടിച്ചു. രമ്യ പാമ്പിനെ തല്ലി. തല്ലി. ആരെ തല്ലി? എന്തിനെ തല്ലി? പാമ്പിനെ തല്ലി. അല്ലെ? മലർ ജോർജിനെ തേച്ചു. ആരെ തേച്ചു? ജോർജിനെ തേച്ചു. എന്തിനെ തേച്ചു? ജോർജിനെ തേച്ചു. ആരെ അല്ലെങ്കിൽ എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ അവിടെ എന്താണ്ട്? കർമ്മം ഉണ്ട്. ഉത്തരവില്ലെങ്കിൽ കർമ്മമില്ല. ഞാൻ പറയാൻ കാരണം, പക്ഷി ആകാശത്തിലൂടെ പറക്കുന്നു. ഒരു PYQ ആണ്. പക്ഷി ആകാശത്തിലൂടെ പറക്കുന്നു. അപ്പൊ നമ്മുടെ ധാരണ എന്താണ്? 3 ഉണ്ടെങ്കിൽ കർമ്മം ഉണ്ടെന്ന്. അല്ലെ? പക്ഷി ആകാശത്തിലൂടെ പറക്കുന്നു. പറക്കുന്നു എന്നത് ക്രിയയാണ്. നമ്മൾ ചോദിച്ചു ആരെ പറക്കുന്നു, എന്തിനെ പറക്കുന്നു. ഉത്തരവുണ്ടോ? ആരെ പറക്കുന്നു, എന്തിനെ പറക്കുന്നു. ആര്, എന്ത് എന്നല്ല, ആരെ പറക്കുന്നു, എന്തിനെ പറക്കുന്നു. ഉത്തരവുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ കർമ്മമുണ്ടോ? അപ്പൊ ഇവിടെ കർമ്മമുണ്ടോ? ഇല്ല. ഇപ്പൊ 3 ഉണ്ട്, 3 ഘടകം ഉണ്ടെങ്കിലും 3 ഘടകത്തിൽ ഒന്ന് കർമ്മമാവണമെന്ന് ഒരു നിർബന്ധം ഇല്ല. 2 ഉള്ളെങ്കിൽ 2 കർമ്മം ഇല്ല എന്നൊരു നിർബന്ധം ഇല്ല. മനസ്സിലായല്ലോ? ഞാൻ പറയുകയാണ്. വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു. കർമ്മമുണ്ടോ? നമ്മൾ സിമ്പിളായി നോക്കി. അപ്പൊ ഇവിടെ കർമ്മമില്ല. പക്ഷെ ആകാശത്തിലൂടെ പറക്കുന്ന കർമ്മമില്ല എന്ന് മനസ്സിലായത് സകർമ്മക ക്രിയയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ പഠിക്കും. ഞാൻ സിമ്പിളായി പറയുന്നു. വെള്ളം കുടിച്ചു. പറഞ്ഞേ. ആരെ കുടിച്ചു, എന്തിനെ കുടിച്ചു. ഉത്തരവുണ്ടോ? വെള്ളത്തെ കുടിച്ചു. ആരെ കുടിച്ചു, എന്തിനെ കുടിച്ചു. ഉത്തരം എന്താ? വെള്ളത്തെ കുടിച്ചു. വെള്ളം ഉത്തരമായിട്ട് വന്നു. അപ്പൊ അതെന്താണ്? വെള്ളം കർമ്മമാണ്. സ്വാഭാവികമായിട്ടും നമ്മളാണ് അല്ലെങ്കിൽ ജീവികളാണ് വെള്ളം കുടിക്കുക, പക്ഷികളാണ് വെള്ളം കുടിക്കുക. അല്ലെ? അപ്പൊ കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. വെള്ളം കുടിച്ചു. ആരെ കുടിച്ചു, എന്തിനെ കുടിച്ചു. വെള്ളത്തെ കുടിച്ചു. കുടിച്ചു ക്രിയയാണ്. ആരെ, എന്തിനെ. വെള്ളത്തെ. വെള്ളം എന്താണ്? കർമ്മമാണ്. വെള്ളം എന്താണ്? കർമ്മമാണ്. ഇപ്പൊ 2 ഉള്ളൂ എങ്കിൽ കർമ്മം ഇല്ല എന്ന് നിർബന്ധമുണ്ടോ? ഓക്കെ ആണോ? ഇപ്പൊ 2 ഉള്ളൂ എങ്കിലും പരീക്ഷയ്ക്ക് എപ്പോഴും വാക്യശുദ്ധിയിൽ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ചോറുണ്ടു. ആ പ്രയോഗമേ തെറ്റാണ്. ചോറുണ്ടു എന്ന് പറയാൻ പാടില്ല. ഉണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഊണ്, ഉണ്ടു.
ചോറിനെയാണ് അല്ലെ സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും ബിരിയാണി ഉണ്ടു, ഞാൻ പുട്ടുണ്ടു, പൊറോട്ടയുണ്ടു, അല്ലെ, ഇഡ്ഡലി ഉണ്ടു, ദോശയുണ്ടു പറയൂ. ഉണ്ടു എന്ന് പറഞ്ഞാൽ ചോറ് കഴിച്ചു എന്നാണ് അർത്ഥം. വീണ്ടും ചോറുണ്ടു എന്ന് ആ വാക്യത്തിൽ കണ്ടാൽ നിങ്ങൾ കണ്ണടച്ചെഴുതിക്കുക, വാക്യം തെറ്റാണ്. വാക്യശുദ്ധി 1 മാർക്കാ. ചോറുണ്ടു, ഊണ് കഴിച്ചു, രണ്ടൊന്നാ. അവിടെ ചോറ് എടുത്ത് പറയണ്ട. ഊണ് കഴിച്ചു എന്നുള്ള പ്രയോഗം ശരിയാണ്, പക്ഷെ ചോറുണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. ചോറുണ്ടു കണ്ട തെറ്റാണ്, എഴുതണ്ട. ഉത്തരം അതെന്താണ്? നോക്കണ്ട, തെറ്റാണത്. ഉണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ചോറാണ്. ക്ലിയർ ആണല്ലോ? ഉണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചോറാണ്. അപ്പൊ ഉണ്ടു എന്നൊരു പ്രയോഗം നിങ്ങൾക്ക് തന്നു എന്ന് വയ്ക്കുക. അവിടെ കർമ്മമില്ല എന്ന് പറയാൻ പറ്റുമോ? ആരെയുണ്ടു? ചോറിനെ ഉണ്ടു. എന്തിനെ ഉണ്ടു? ചോറിനെ ഉണ്ടു. ഉണ്ടു എന്നത് ക്രിയയാണെന്ന് മനസ്സിലായി. ആരെയുണ്ടു? എന്തിനെ ഉണ്ടു? ചോറ് എന്ന് ഉത്തരം വന്നാൽ, ചോറെന്ന് ഉത്തരം വന്നാൽ എന്താണ്? ചോറ് കഴിച്ചു, ഉണ്ടു രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ചോറ് കഴിച്ചു എന്ന് പറയാം, ചോറ് ഉണ്ടു എന്ന് പറയാൻ പാടില്ല. ചോറ് കഴിച്ചു, ഒരു കുഴപ്പമില്ല, പക്ഷെ ചോറുണ്ടു എന്ന് പറയരുത്. ക്ലിയർ ആണോ? കഴിച്ചു എന്ന് പറയുന്ന പ്രയോഗം എന്തിനോടൊപ്പം യോജിക്കും? ഉണ്ടു എന്ന് പറയണത് ചോറിനൊപ്പം മാത്രമേ പറയുള്ളൂ. ഊണ് കഴിക്കുക എന്നതാണ് ശരിക്കും ഉണ്ടു എന്നായിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആരെ ഉണ്ടു, എന്തിനുണ്ട്? ചോറ്. അപ്പൊ ചോറുണ്ടു എന്നതിൽ ചോറ് എന്നത് എന്താണ്? കർമ്മമാണ്. ക്ലിയർ ആണോ പിള്ളേര്? കർത്താവ്, കർമ്മം, ക്രിയ. ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ കിട്ടണം കർത്താവ്, ക്രിയ, കർമ്മം. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥയാണ് ക്രിയ. ക്രിയ ചെയ്യുന്ന ആൾ കർത്താവാണ്, ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ കർമ്മമാണ്. നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നു ആരെ അല്ലെങ്കിൽ എന്തിനെ. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ക്രിയയോട് ആരെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയാൽ അവിടെ എന്തുണ്ട്? കർമ്മമുണ്ട്, അല്ലെങ്കിൽ അവിടെ കർമ്മമില്ല. സെറ്റല്ലേ? സെറ്റല്ലേ? ഇനി നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ പറയുന്നത് ക്രിയാനാമമാണ്. ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം എന്ന് പറഞ്ഞു. ഓടുക എന്ന ക്രിയയിൽ നിന്നും ഉണ്ടായ നാമമാണ് എന്ത്? ഓടുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ നാമമാണ് എന്തായിരിക്കും? ഓടുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമം. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമരൂപമാണ് ക്രിയാനാമം എന്ന് പഠിച്ചു. ഓടുക, ഓട്ടം. ചാടുക, ചാടുക. ആടുക, അങ്ങനെയെങ്കിൽ പാടുക. പാട്ടാണോ? പാടുക, പാട്ട് കേട്ടോ. ആ ഫ്ലോയിൽ അങ്ങനെ പാട്ടെന്നൊന്നും പറയരുത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പാട്ട്. അതുപോലെ തുന്നുക, തുന്നൽ. നീന്തുക, നീന്തൽ. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഒന്നാണ്. കാണുക. പറഞ്ഞേ, കാണുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമം എന്താണ്? കാണുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമം നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാണുക, കാഴ്ച. കേൾക്കുക, കേൾവി. സ്പർശിക്കുക, സ്പർശനം. അല്ലേ? അപ്പൊ കാണുക എന്താണ്? കാഴ്ച. എഴുതി വെക്കണേ. കാണുക, കാഴ്ച. കേൾക്കുക, കേൾവി. പി വൈക്കുവാണേ. കാണുക, കാഴ്ച. കേൾക്കുക, കേൾവി. ഊഹിക്കുക എന്ന് പരീക്ഷയ്ക്ക് വന്നിരുന്നു. എന്താ ഊഹിക്കുക? ഊഹമാണ്, അല്ലേ? ഉറങ്ങുക, ഉറക്കമാണ്. ഊഹിക്കുക, ഊഹം. ഉറങ്ങുക, ഉറക്കം. മയങ്ങുക, മയക്കം. ക്ലിയർ? നടക്കുക, നടത്തം. ചിരിക്കുക, ചിരി. ചിന്തിക്കുക, ചിന്ത. സ്പർശിക്കുക, സ്പർശനം. തോൽക്കുക, തോൽവി. ജയിക്കുക, ജയം. നേടുക എന്ന ക്രിയയുടെ ക്രിയാനാമം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പി വൈക്കുകയാണ്. നേടുക, നേട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. നേടുക, നിറയ്ക്കുക, ഓടുക, ചാടുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ അല്ലെ? നേടുക, നിറയ്ക്കുക, അല്ലെ? ചാടുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കുക. നിറയ്ക്കുക, നിറയ്ക്കൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? നിറയ്ക്കുക എന്നതിന് ക്രിയാനാമം. നിറയൽ എന്നൊരു വാക്കുണ്ടോ? നിറയ്ക്കുക, നിറയൽ ഉണ്ടോ? ഇല്ല. പക്ഷെ നേടുക, നേട്ടം ഉണ്ട്, അല്ലെ? ആ നിറയൽ എന്നതായിരുന്നു ഒറ്റപ്പദം. സോറി, ഒറ്റയാൻ. ബാക്കി എല്ലാം എന്താണ്? അതിനെല്ലാം ക്രിയാനാമം ഉണ്ട് എന്നതായിരുന്നു ഉത്തരം. അപ്പൊ നേടുക എന്ന ക്രിയയുടെ ക്രിയാനാമം നേട്ടമാണെന്ന് ഓർക്കണം. നേടുക, നേട്ടം. പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്നാണ് തിന്നുക. നേടുക, നേട്ടം എന്ന് എഴുതിയാൽ തിന്നുക എന്ന ക്രിയയുടെ. എല്ലാവരും തീറ്റ എന്ന് എഴുതും, മാർക്ക് അവിടെ പോകും. തിന്നുക, തീറ്റി. തിന്നുക, തീറ്റി. തിന്നുക, തീറ്റി. തീറ്റയല്ല, തീറ്റി. തീറ്റി, തീറ്റി എഴുതി പഠിച്ചോളൂ. തിന്നുക, തീറ്റി. ക്രിയാനാമോ? സിമ്പിളായി തോന്നും, പക്ഷെ 1 മാർക്കാ. ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ പെട്ടുപോകും. പി വൈക്കു ഓർത്ത് വെച്ചോളൂ. പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദ്യം വന്നോ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം. തിന്നുക എന്താണ്? തീറ്റി. പറഞ്ഞ പിള്ളേരെ, തിന്നുകയുടെ ക്രിയാനാമം എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. നേടുക, നേട്ടം.
നിറവ് എന്ന ഒരു പ്രയോഗം തെറ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ നിറയുക എന്നത് ഒറ്റപ്പദമായിട്ടാണ് ഒറ്റയാനായിട്ടാണ് അതിൽ വരിക. വെരി ഗുഡ്. തീറ്റി കറക്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ സെറ്റാണോ? ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ നാമം എന്ന ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റെഡിയാണോ? നാമം എന്ന ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നല്ല, ആ ടോപ്പിക് അവിടെ അവസാനിച്ചു. ക്ലിയർ ആണോ? റെഡി. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് നാമമാണ്. എന്തിന്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ എല്ലാം നാമത്തിൽ വരുന്നുണ്ട്. ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ പേരായ ശബ്ദമാണ് നാമം. നാമത്തെ പ്രധാനമായും 3ആയി തിരിക്കുന്നു: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ദ്രവ്യത്തെ കുറിക്കുന്നത് ദ്രവ്യനാമം, ഗുണത്തെ കുറിക്കുന്നത് ഗുണനാമം, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നത് ക്രിയാനാമം. ദ്രവ്യത്തെ കുറിക്കുന്നത് എന്നത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് പഠിച്ച ഗുണനാമം നമ്മൾ പറഞ്ഞു പോകുന്നു. ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്നതാണ് ഗുണനാമം. മൂന്നാമത് നമ്മൾ നോക്കുന്നു, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ക്രിയാനാമം. ഓടുക, ഓട്ടം, ചാടുക, ചാട്ടം, പാടുക, പാട്ട്, അല്ലെ, നീന്തുക, നീന്തൽ, തുന്നൽ, തിന്നുക, തീറ്റി, നടക്കുക, നടത്തം, ചിരിക്കുക, ചിരി, കാണുക, കാഴ്ച, കേൾക്കുക, കേൾവി, മയങ്ങുക, മയക്കം, ഊഹിക്കുക, ഊഹം, ഉറങ്ങുക, ഉറക്കം എന്നതുപോലെ. ഓക്കെ. അടുത്ത് നമ്മൾ പഠിച്ചു വളരെ പ്രധാനപ്പെട്ടത് ദ്രവ്യനാമത്തിന്റെ ക്ലാസിഫിക്കേഷൻ: സംജ്ഞനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. സംജ്ഞ എന്ന വാക്ക് ഓർത്തു വയ്ക്കുക, ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി. ഏകനാമമാണ് സംജ്ഞാനാമം. ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്നതാണ് സംജ്ഞാനാമം അഥവാ ഏകനാമം. അല്ലെ, ഇപ്പൊ അശ്വതി, രാജു, ഭാരതപ്പുഴ, പമ്പ, സിംഹം, മാൻ, താമര, ഇത് എല്ലാം സംജ്ഞാനാമമാണ്, ഏകനാമമാണ്. തെങ്ങ് ഏകനാമമാണ്. സാമാന്യനാമം, മറ്റൊരു പേര് വർഗനാമം എന്നുള്ളതാണ്. ഉഭയനാമം എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു വർഗത്തെ കുറിക്കുന്നതാണ്. തെങ്ങ്, കവുങ്ങ് എന്ന് തുടങ്ങിയവയുടെ വർഗമാണ് മരം എന്നുള്ളത്. ഇന്ത്യ, ചൈന ഇവയുടെ വർഗമാണ് എന്താ? രാജ്യം. ഹിമാലയം, ആരവല്ലി, പർവ്വതനിര എന്നാണ്. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, സത്ലജ്, രവി, ബിയാസ് നദി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ജില്ല പഠിക്കുമ്പോൾ പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട ഇതെല്ലാം എന്താണ്? ഏകനാമമാണ്. അവയുടെ വർഗനാമം ചോദിച്ചാൽ ജില്ല എന്നുള്ളതാണ്. മൂന്നാമത് പഠിച്ചു മേയനാമം. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്, ഇടിമിന്നൽ വരുന്നുണ്ട്, അല്ലേ, നല്ല തണുപ്പുണ്ട്, ഇരുട്ടാണ്, രാത്രിയാണ്, നിഴലുണ്ടാകുന്നുണ്ട്. ഇവയെല്ലാം പ്രകൃതി പ്രതിഭാസമാണ്, മേയനാമത്തിന് ഉദാഹരണമാണ്. ഇവയെ ഒറ്റയ്ക്കോ വർഗമായിട്ടോ നമുക്ക് വേർതിരിക്കാൻ സാധിക്കില്ല. ജാതി വ്യക്തി ഭേദമന്യേ ഇവയ്ക്കൊരു വേർതിരിവുമില്ല. ഇതെല്ലാം മേയനാമത്തിൽ നിന്നും വന്ന മുൻവർഷ ചോദ്യങ്ങളാണ്. കാറ്റ്, മഞ്ഞ്, മഴ, വായു, അല്ലെ, മണ്ണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. വെള്ളവും അഗ്നിയും ചോദിക്കുന്നതാണ്, ഓർത്തു വെക്കണം. തീയും ചോദിക്കുന്നതാണ്. മൂന്നാമത് നമ്മൾ പഠിച്ചു മേയനാമം. നാലാമതിലേക്ക് വരുന്നു സർവനാമം. ഒരു നാമത്തിന് പകരം എന്നതല്ല അവിടെ ഓർക്കേണ്ടത്, പ്രയോഗ സൗകര്യത്തിനായി നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യം, ആ വാക്കാണ് കീവേഡ്. നാമതുല്യമായത്, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ ശബ്ദമാണ് സർവനാമം. സർവനാമത്തെ പ്രധാനമായി നമ്മൾ 3ആയി തിരിക്കുന്നു: ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമൻ എന്ന് പറഞ്ഞാൽ പറയുന്ന ആളാണ്. ആരാണോ പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ. ഞാൻ, എൻ്റെ, എനിക്ക്, നാം, ഞങ്ങൾ. ഓക്കെ, ഇതെല്ലാം ഉത്തമനാണ്. മധ്യമൻ നീ, നിന്റെ, നിനക്ക്, നിൻ, നിങ്ങൾ, അല്ലേ, താങ്കൾ. ആരാണോ കേൾക്കുന്നത്, ശ്രോതാവിനെ കുറിക്കുന്നത്, ആരോടാണോ പറയുന്നത്, കേൾക്കുന്ന ആളെ കുറിക്കുന്നതാണ് മധ്യമൻ. പ്രഥമ പുരുഷൻ, ആരെ കുറിച്ചാണോ പറയുന്നത്? വക്താവും ശ്രോതാവും അല്ലാത്ത മൂന്നാമൻ. പറയുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാത്ത മൂന്നാമൻ. അവൻ, അവൾ, അവർ, അദ്ദേഹം, അവർകൾ പ്രഥമനാണ്. ക്രിയ ചെയ്യുന്ന ആൾ കർത്താവാകുന്നു, അതിന്റെ ഫലം അനുഭവിക്കുന്ന കർമ്മമാകുന്നു, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥ ക്രിയയാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സമൂഹ നാമം എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ അകത്ത് അവിയലാക്കി പഠിക്കണം എന്ന് കരുതിയാണ്. അത് വളരെ എളുപ്പമാണ്. സമൂഹം, അല്ലെ, മനുഷ്യൻ എന്നത് വർഗാണെന്ന് പറഞ്ഞു, അല്ലെ. നമ്മുടെ മനുഷ്യന്റെ കൂട്ടത്തിൽ നമ്മൾ പല പേരിൽ പറയാറുണ്ട്. സമൂഹം എന്ന് പറയാറുണ്ട്, വൃന്ദം എന്ന് പറയാറുണ്ട്, ഗണം എന്ന് പറയാറുണ്ട്, അല്ലെ. ചിലപ്പോ അവരുടെ കൂട്ടത്തിൽ നമ്മൾ സമുദായം എന്ന് പറയാറുണ്ട്, യോഗം എന്ന് പറയാറുണ്ട്.
അല്ലേ? സമുദായം, യോഗം എന്ന് പറയാറുണ്ട്. ഓക്കെ. അക്ഷരങ്ങളുടെ ആണെങ്കിൽ സംഖ്യകളുടെ ആണെങ്കിൽ നമ്മൾ ശ്രേണി എന്ന് പറയാറുണ്ട്. വരി, നിര, പുസ്തകങ്ങളാണെങ്കിൽ പതിപ്പ് അല്ലെങ്കിൽ പങ്ക്തി എന്ന് പറയാറുണ്ട് അല്ലെ? ഇത്തരത്തിൽ സമൂഹത്തെ, കൂട്ടത്തെ, വർഗത്തിന്റെ കൂട്ടത്തെ പറയുന്ന പേരാണ് സമൂഹനാമം. നമ്മൾ ഇവിടെയല്ല, കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും. ഇതിനൊപ്പം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, പറഞ്ഞ എന്തായാലും നന്നായി. സമൂഹനാമത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ശരിക്കും ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം കഴിഞ്ഞിട്ടുള്ള സമൂഹനാമം പഠിക്കാം. അതെ, ഇതിന്റെ അകത്തല്ല ശരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വിഭക്തിയുടെ ഒക്കെ മുമ്പ് ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതിനകത്താണ് ഈ സമൂഹനാമം നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. ഓക്കെ, സമൂഹം, വർഗത്തിന്റെ കൂട്ടത്തെ കുറിക്കുന്നതാണ് സമൂഹനാമം. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, രാശി എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണെന്നുള്ള. രാശി എന്നത് എന്താണ്? രാശി ഒരു സമൂഹ നാമമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു, നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഡാഷ്, നക്ഷത്രത്തിന്റെ സമൂഹമാണ് ഡാഷ് എന്നതായിരുന്നു ചോദ്യം. ഓക്കെ, നക്ഷത്രത്തിന്റെ കൂട്ടത്തെ രാശി എന്നാണ് വിളിക്കുക. നമ്മൾ പറയാറില്ലേ കൂബു ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ? ജ്യോത്സ്യന്മാർ ഇങ്ങനെ രാശി പലക വയ്ക്കുന്ന കണ്ടിട്ടില്ലേ? കൂബു ചു എന്ന് പറഞ്ഞിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നക്ഷത്രത്തിന്റെ കൂട്ടമാണ് രാശി. നക്ഷത്രത്തിന്റെ കൂട്ടാണ് എന്ത്? രാശി. പട്ടാളക്കാരുടെ കൂട്ടത്തെ എന്താ വിളിക്കുക? പട്ടാളക്കാരുടെ കൂട്ടത്തെ സൈന്യം. വെരി ഗുഡ് അല്ലേ? ദീപങ്ങളുടെ കൂട്ടം, ദീപം എന്താ പറയും? ആവലി. എന്താണ്? അങ്ങനെയാണ് വാക്ക് വന്നത്, ദീപാവലി. ദീപങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താണ്? ആവലി. ദീപങ്ങളുടെ കൂട്ടം. സംഖ്യകളുടെ. പഴത്തിന്റെ കൂട്ടം, നമ്മൾ ഒരു പടലപ്പഴം അല്ലെങ്കിൽ ഒരു ചീർപ്പ് പഴം, അല്ലേ? ഒരു കുലപ്പഴം, ഒരു കുലത്തേങ്ങ. കേൾക്കുന്നുണ്ടോ? കുല, പടല, ചീർപ്പ്, സൈന്യം, വരി, നിര, പങ്ക്തി, പതിപ്പ്, ശ്രേണി. ഇതെല്ലാം എന്താണ്? സമൂഹനാമമാണ്. ഇതെല്ലാം എന്താണ്? സമൂഹനാമമാണ്. ക്ലിയർ ആണോ? ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നക്ഷത്രത്തിന്റെ കൂട്ടാണ് രാശി. നക്ഷത്രങ്ങളുടെ കൂട്ടാണ് എന്ത്? രാശി. അതൊന്ന് എഴുതി വെച്ച ചോദ്യം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ പറയണം. നമ്മൾ അടുത്ത ടോപ്പിക് എടുക്കുകയാണ്. നാമം ബേസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ടോപ്പിക് എടുത്തോട്ടെ. ബോറടിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് വചനം. പരീക്ഷയ്ക്ക് എപ്പോഴും കാണുന്ന ഒന്നാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ് വചനം എന്നുള്ളത്. വചനം നാമത്തിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. എന്താണ് വചനം? നാമത്തിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. ഓക്കെ, അപ്പൊ നാമത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് വചനം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ വചനം എടുക്കുന്നില്ല, കാരണം ഗ്രാമർ എത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഓവർലോഡായി പോകും. ഞാൻ നമ്മുടെ സിലബസിനകത്ത് തന്നെയുള്ള ഒന്നാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത്. വാക്യശുദ്ധിയിലേക്കാണ് കടക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വെക്കുകയാണ്, നാമത്തിന്റെ തുടർച്ചയാണ് വചനം എന്ന് പറയുന്നത്. ഓക്കെ, നാമത്തിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. ഓക്കെ, നാമത്തിന്റെ എണ്ണത്തെ കുറിക്കുന്നത് എന്താണ്? വചനം. നാമം ബേസ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. നാമത്തിന്റെ എണ്ണത്തെ കുറിക്കുന്നത് വചനമാകുന്നു. വചനം. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഞാൻ ഒരു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എന്താണ്? പേന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്? ഏകവചനാണ്. പേനകൾ എന്ന് പറയുന്നു എന്താ? ബഹുവചനാണ്. അപ്പൊ നാമത്തിന്റെ എണ്ണം എത്രയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്റെ കയ്യിൽ പേന ഒന്നേ ഉള്ളൂ എങ്കിൽ അതിനെ പേന എന്ന് പറയുമ്പോൾ ഏകവചനാണെന്ന് മനസ്സിലാവുന്നു. പേനകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബഹുവചനാണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ നാമത്തിന്റെ എണ്ണമാണ് വചനം. നാമം ഒന്നേ ഉള്ളൂ എങ്കിൽ അത് ഏകവചനം. നാമം ഒന്നിലധികമാണെങ്കിൽ അതെന്താണ്? ബഹുവചനം. പേനകൾ എന്ന് പറയുമ്പോൾ നാമം ഒന്നിലധികമാണെന്ന് മനസ്സിലാകുന്നു, അത് ബഹുവചനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നാമം ഏത് ജാതിയെ കുറിക്കുന്നു എന്നതാണ് ലിംഗം.
നാമം ഏത്? നമ്മൾ മലയാളം ഫസ്റ്റ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നാമം പഠിക്കുന്നു, തൊട്ട് താഴെ വചനം പഠിക്കുന്നു, അല്ലെ? അതിനൊപ്പം ലിംഗം പഠിച്ചു പോകുന്നു, അതിനൊപ്പം എതിർലിംഗം പഠിച്ചു പോകുന്നു. നാമമാണ് ബേസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. നാമം, വചനം, ലിംഗം, ക്രിയ, വിഭക്തി, സമാസം, സന്ധി, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, പദശുദ്ധി, വാക്യശുദ്ധി, ട്രാൻസ്ലേഷൻ, ശൈലി, പഴഞ്ചൊല്ല്. മനസ്സിലായോ വിഷ്ണു? ഇതാണ് അതിന്റെ ഒരു ഓർഡർ. നമ്മൾ പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത് നാമത്തിലാണ്. ഓക്കെ, ചേർത്തെഴുത്ത് വിരിച്ചെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് അക്ഷരം, അല്ലെ? അതിനു മുമ്പ് എന്താണ് വർണ്ണം, അക്ഷരം, സ്വരം എന്താണ്, വ്യഞ്ജനം എന്താണ്, അതിന്റെ നിയമം എന്താണ്, സന്ധ്യക്ഷരം എന്താണെന്നൊക്കെ പഠിക്കും. മനസ്സിലായോ വിഷ്ണു? നാമത്തിൽ തുടങ്ങി ലിംഗം, വചനം ഒക്കെ പോകും. ഓക്കെ, കാരണം നാമം ഏത് ജാതിയെ കുറിക്കുന്നതാണ് ലിംഗം എന്ന് പറയുന്നത്. ദ്രാവിഡ ഭാഷയില് ലിംഗം വേർതിരിക്കുന്നത് ഡാഷിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയും. അത് മുൻവർഷ ചോദ്യ, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ജാതി കുറിക്കുന്നതാണ് ലിംഗം, നാമത്തിന്റെ ജാതി കുറിക്കുന്നതാണ് ലിംഗം എന്ന് പറഞ്ഞു, അല്ലെ? നമ്മൾ ജാതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാട്രിമോണി സൈഡിൽ കാണുന്ന ജാതിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ ദ്രാവിഡ ഭാഷയിലെ 2 ജാതിയേ ഉള്ളൂ, സ്ത്രീ ജാതിയും പുരുഷ ജാതിയും. നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാമറിൽ പഠിക്കുമ്പോൾ മൂന്നാമത്തെ ജാതിയെ കുറിച്ച് പഠിക്കും. അപ്പൊ ഞാൻ ബേസിക് ആയി പറയുന്നു, 2 ജാതിയേ ഉള്ളൂ, സ്ത്രീ ജാതി, പുരുഷ ജാതി. നാമം സ്ത്രീ ജാതിയെ കുറിക്കുന്നുവെങ്കിൽ അത് സ്ത്രീലിംഗം. അവൾ, അമ്മ, സഹോദരി, കാമുകി, അങ്ങനെ നാമം സ്ത്രീ ജാതിയെ കുറിച്ചാൽ സ്ത്രീലിംഗമാണ്. നാമം പുരുഷ ജാതിയെ കുറിച്ചാൽ അത് പുല്ലിംഗമാണ്. നാമം പുരുഷ ജാതിയെ കുറിച്ചാൽ എന്താണ്? പുല്ലിംഗമാണ്. നാമം പുരുഷ ജാതിയെ കുറിച്ചാൽ അത് പുല്ലിംഗമാണ്. ഓക്കെ, ഈ സ്ത്രീലിംഗത്തിന്റെയും പുല്ലിംഗത്തിന്റെയും കൂടാതെ ഒരു വിഭാഗം നപുംസകം, അതിന്റെ ഒരു കൂട്ടാണ് സലിംഗം. ഇത് രണ്ടിനെയും ചേർത്ത് വിളിക്കുന്നതാണ് അലിംഗം. ഒന്നേ ഉള്ളൂ എങ്കിലും ബഹുമാനം കാണിക്കാൻ എന്നതാണ് പൂജകം. അതൊക്കെ ബേസ് ഈ ലിംഗത്തിൽ നിന്നാണ്. ലിംഗം പഠിക്കണമെങ്കിൽ നാമം. ഓക്കെ, നാമം, ലിംഗം, വചനം ഒരൊറ്റ ഹെഡ് ആയതാണ്. വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്, ബോർ അടിപ്പിക്കുന്നില്ല ടോപ്പിക്. നാമം അവിടെ നിൽക്കട്ടെ, ഫ്രഷ് ആയിട്ട് നാമത്തിന് തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് വാക്യശുദ്ധി പഠിക്കുന്നു. റെഡി അല്ലേ? സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ പറയണേ. കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? പഴയ സ്ലൈഡ് തന്നെയാണോ കാണുന്നത്? ഓക്കെ, ഞാൻ പറയുന്നത് എന്താണ് വാക്യശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാക്യശുദ്ധി എന്താണ്? വാക്യശുദ്ധി പറഞ്ഞേ. വാക്യത്തിൽ എങ്ങനെ ശുദ്ധിയില്ലായ്മ വരിക? നമ്മൾ പല കാര്യങ്ങളും, അല്ലെ, ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഒരുമിച്ച് പ്രയോഗിക്കാറുണ്ട്. ഒരേ അർത്ഥമുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് പ്രയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. അവ വീണ്ടും പറയണമെന്നില്ല. ഉണ്ടോ? സ്ലൈഡ് കാണുന്നില്ല, ഒറ്റ മിനിറ്റ്. ഈ സ്ലൈഡ് ഓഫ് ആക്കിയതാണ്, പുതിയ സ്ലൈഡിലേക്ക് നമ്മൾ കടക്കുന്നത് കൊണ്ട് കേട്ടോ, പേടിക്കണ്ട. സ്ലൈഡ് കാണുക കേട്ടോ. അപ്പോ ഞാൻ പറയുന്നു, ക്യാച്ച് പിടിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ക്യാച്ച് പിടിക്കുക? ക്യാച്ച് എന്ന് പറഞ്ഞ എന്താ? ക്യാച്ച് എന്ന് പറഞ്ഞ എന്താ പിള്ളേരെ? പിടിക്കുക എന്നാണ്, അല്ലേ? വീണ്ടും ക്യാച്ച് പിടിക്കുക എന്ന് പറഞ്ഞ എന്താണ്? പിടിക്കുക, പിടിക്കുക എന്നാണ്, അല്ലേ? അങ്ങനെ പറയണോ? ബോക്സ്, ബോക്സ് എന്ന് പറഞ്ഞ പെട്ടിയാ. സ്റ്റെപ്പ് പടി, സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പടിയാ. വീണ്ടും അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പൊ അത്തരത്തില് ഒരു വാക്ക് ഒരേ അർത്ഥം വരുന്നതാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനെ പൗനരുക്ത്യം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പൗനരുക്ത്യം. അപ്പൊ സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് വാക്യശുദ്ധി വരുന്നത് 4 വിധത്തിലാണ്. 4 വിധത്തിലാണ് വാക്യശുദ്ധി വരിക. 4 ദോഷം എന്നാണ് പറയുക.
വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ തെറ്റായ വാക്യം കണ്ടുപിടിക്കാനാണ്. 4 വിധത്തിലാണ് വരിക. 1 പൗനരുക്ത്യം. എന്താണ് പൗനരുക്ത്യം? 2 പദക്രമഭംഗം. 3 വിലക്ഷണ പ്രയോഗം. 4 സമുച്ചയ നിപാത കേവലദോഷം എന്ന് പറയും. നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുന്നുള്ളൂ. പൗനരുക്ത്യം. പൗനരുക്ത്യത്തിന്റെ മറ്റൊരു പേരാണ് പുനരുക്തി. 4 ദോഷത്തിൽ ഒന്നാമത്തെ പഠിക്കുന്നു പൗനരുക്ത്യം. അതിന് മറ്റൊരു പേര് പുനരുക്തി എന്നാണ്. പുനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്കറിയാം. പുനർ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ? പുനർ, റീസൈക്കിൾ, റീയൂസ് എന്നൊക്കെ പറയുന്ന അതേ അർത്ഥമാണ് ഈ പുനർ. റീ എന്ന വാക്കാണ് ഇവിടെ. പുനരുപയോഗം, വീണ്ടും ഉപയോഗിക്കുക. പുനർനിർമാർജനം അല്ലെ? വീണ്ടും നിർമാർജനം ചെയ്യുക. പുനർജീവന്, വീണ്ടും അതിന് ജീവൻ കൊടുക്കുക. ഇവിടെ പുനർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും, ഒന്നുകൂടെ അല്ലെ? ഉക്തി എന്നാൽ പറയുക. ശക്തവും വ്യക്തവുമായി പറയുകയാണെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന പോലെ ഉക്തി. എന്താണ് ഉക്തി? ഉക്തി എന്നാൽ പറയുക അഥവാ പറച്ചിൽ. ഉക്തി എന്നാൽ പറയുക എന്നാൽ പറച്ചിൽ. ഓക്കെ, അപ്പൊ പുനർ എന്നാൽ വീണ്ടും, ഉക്തി എന്നാൽ പറയുക. പുനരുക്തി അഥവാ പുനരുക്തി, വീണ്ടും പറയുക. ഒട്ടുമിക്ക പരീക്ഷയ്ക്കും ഏറ്റവും അധികം കണ്ടുവരുന്ന ചോദ്യമാണ് പുനരുക്തി അഥവാ പൗനരുക്ത്യം. പുനർ, വീണ്ടും, ഉക്തി, പറയുക. പുനരുക്തി, വീണ്ടും പറയുക. ഓക്കെ, ഒരു 80% ചോദ്യവും ഇതായിരിക്കും. അപ്പോൾ വീണ്ടും പറയുന്നു, പുനർ പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലെ? പുനർ എന്ന് പറഞ്ഞാൽ വീണ്ടും, ഉക്തി എന്നാൽ പറയുക. പുനർ ഉക്തി എന്ന പദം ചേർത്തെഴുതുമ്പോൾ, പുനർ പ്ലസ് ഉക്തി ചേർത്തെഴുതുമ്പോൾ പുനരുക്തി. മറ്റൊരു പേര് പൗനരുക്ത്യം. പുനർ, വീണ്ടും, ഉക്തി, പറയുക. പുനരുക്തി, വീണ്ടും പറയുക. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? എന്താണ് പുനരുക്തി? ഒരു വാക്യത്തിൽ ഒരിക്കൽ പ്രയോഗിച്ചതിന് എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രയോഗിക്കുകയാണ്. ഒരു പദമോ ആശയമോ വാക്യത്തിൽ പറയാൻ ശ്രമിക്കുമ്പോൾ, വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ദോഷമാണ് പൗനരുക്ത്യം. നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മധൂളിപ്പൊടി, രാസ്നാദി ചൂർണപ്പൊടി. ചൂർണം എന്ന് പറഞ്ഞാൽ പൊടിയുന്ന, ധൂളി എന്ന് പറഞ്ഞാലും പൊടിയുന്ന. വീണ്ടും ഒരുമിച്ച് ഉപയോഗിക്കണോ? വേണോ? വേണ്ട. അപ്പോൾ ഒരു പദമോ ആശയമോ വാക്യത്തിൽ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ദോഷമാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി. പുനരുക്തി, വീണ്ടും പറയുക. മനസ്സിലുണ്ടായാൽ മതി. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഏകദേശം 3000-ഓളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഏകദേശം, ഓളം, രണ്ടും ഒരേ അർത്ഥമാണ് അല്ലെ? ഏകദേശം, ഓളം, രണ്ടിനും ഒരേ അർത്ഥമാണ്. ഏകദേശം, ഓളം, അപ്രോക്സിമേറ്റ്ലി എന്നുള്ള ശബ്ദമാണ് നമുക്ക് തരുന്നത്. സമാന അർത്ഥമുള്ള വാക്കായത് കൊണ്ട് പ്രയോഗിക്കാൻ പാടില്ല. വാക്ക് എന്നതിന് പ്രാധാന്യം കൊടുക്കുക. വാക്ക്, ഒരു കാര്യം വീണ്ടും പറഞ്ഞത് പറയുകയാണ് വാക്കിലൂടെ എങ്കിൽ അതിന് ശബ്ദ പൗനരുക്ത്യം എന്നാണ് പറയുക. ഏകദേശം, ഓളം, സുമാർ, ഈ മൂന്നിനും ഒരേ അർത്ഥം. എന്ത് ഒരുമിച്ച് ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങള് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? നല്ല മഴയുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണം. പ്രതികൂല കാലാവസ്ഥയാണ്, നല്ല മഴ, ഇടി, മിന്നൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണം. വീണ്ടും വീണ്ടും പറയണം. ഓക്കെ, അപ്പോൾ പുനർ എന്നാൽ വീണ്ടും, ഉക്തി എന്നാൽ പറയുക. പറഞ്ഞു തന്നെ വീണ്ടും പറയുക. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ചർവിത ചർവണം. ചവച്ചത് തന്നെ ചവയ്ക്കുക, അതാണ് ആ ശൈലിയുടെ അർത്ഥം. ചർവിത ചർവണം, പറഞ്ഞത് തന്നെ പറയുക. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുനരുക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു ഏകദേശം എന്നാലും ഓളം എന്നാലും ഒരേ അർത്ഥമാണ്. അത് ഒരുമിച്ച് വേണ്ട. എന്ത് മതി? 2 വിധത്തിൽ എഴുതാം. അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഏകദേശം, ഓളം എന്ന വാക്ക് ഒരു വാക്യത്തിൽ ഒരുമിച്ച് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് പദദോഷമാണ്, വാക്യദോഷമാണ്. ഒന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നു. വാക്യശുദ്ധിയിലെ ഒന്നാമത്തെ ദോഷമായ പൗനരുക്ത്യമാണ്. അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഓളം, ഏകദേശം, ഏതാണ്ട്, ഈ മൂന്നും ഒരുമിച്ച് വേണ്ട. അല്ലെങ്കിൽ സുമാർ, ഇതൊന്നും ഒരുമിച്ച് വേണ്ട. അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് മതി. അവൾ എല്ലാ തിങ്കളാഴ്ച തോറും അമ്പലത്തിൽ പോകാറുണ്ട്. എല്ലാ തോറും ഒരേ അർത്ഥമല്ലേ വരുന്നത്? അപ്പൊ ഏതെങ്കിലും ഒന്ന് പോരെ? അവൾ എല്ലാ തിങ്കളാഴ്ചയും അമ്പലത്തിൽ പോകാറുണ്ട്. അവൾ തിങ്കളാഴ്ച തോറും അമ്പലത്തിൽ പോകാറുണ്ട്. നമ്മൾ 2 കാര്യം പഠിച്ചു.
ഏതാണ്ട്, ഓളം, സുമാർ, ഏകദേശം. ഇവ നാലും ഒരേ അർത്ഥം തരുന്നവയാണ്. ഇവ ഒരുമിച്ച് വന്നാൽ അത് തെറ്റാണ്. എല്ലാ തോറും ഒരുമിച്ച് വന്നാൽ അത് തെറ്റാണ്. ഒട്ടേറെ ആളുകൾ നിത്യവും പതിവായി നടക്കാറുണ്ട്. ഇവിടെ എന്താ തെറ്റ്? ഒട്ടേറെ ആളുകൾ നിത്യവും പതിവായി നടക്കാറുണ്ട്. പറഞ്ഞേ, ഒട്ടേറെ ആളുകൾ നിത്യവും പതിവായി നടക്കാറുണ്ട്. എന്തായിരിക്കും അവിടെ തെറ്റ്? ഒട്ടേറെ ആളുകൾ നിത്യവും പതിവായി നടക്കാറുണ്ട്. വെരി ഗുഡ്. നിത്യവും പതിവായി ഒരേ അർത്ഥല്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്ന് പോരെ? ഒട്ടേറെ ആളുകൾ നിത്യവും നടക്കാറുണ്ട്. അല്ലെങ്കിലോ ഒട്ടേറെ ആളുകൾ പതിവായി നടക്കാറുണ്ട്. ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി. നിത്യവും പതിവായി എന്നുള്ളത് വേണ്ട. ഒട്ടേറെ ആളുകൾ നടക്കാറുണ്ട്. ഇങ്ങനെ നിത്യവും നടക്കാറുണ്ട് അല്ലെങ്കിൽ പതിവായി നടക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. വാക്കിൽ നിങ്ങൾ പഠിക്കണം. ഹാർദം എന്ന വാക്കാണ് ശരി കേട്ടോ. ഹാർദം പരീക്ഷയ്ക്ക് ചോദിക്കും. ഹാർദം എന്ന പദത്തിൽ ആണ്. ഹാർദം, ഹാർദം എന്ന വാക്കാണ് ശരി. ഹാർദം. ഓക്കെ. അപ്പൊ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്താണ് ഹാർദം എന്ന വാക്കിനർത്ഥം? ഹൃദയത്തിന്റെ ഭാഷയിൽ എന്താണ് ഹാർദം എന്ന വാക്കിനർത്ഥം? ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദം, ഹൃദയ ഭാഷയിൽ എന്നാണ് ഹാർദം വാക്കിനർത്ഥം. ഓക്കെ, ഹാർദം. ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടോ? ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാടില്ല. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ആണോ? പരമാവധി 8,000 രൂപ വരെ ശമ്പളം കിട്ടും. പരമാവധി വരെ രണ്ടിനും ഒരേ ശബ്ദമാണ്. അതുകൊണ്ട് എന്ത് വേണ്ട, അവിടെ ഒരുമിച്ച് പ്രയോഗിക്കേണ്ടതില്ല. പരമാവധി വരെ ഒരുമിച്ച് പ്രയോഗിക്കേണ്ടതില്ല. ഓക്കെ, ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മിസ്റ്റർ സാറോട് പറഞ്ഞോളാം. നല്ല കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമാണ്. മഴ ഒട്ടും നിൽക്കുന്നില്ല. എനിക്ക് വോയിസ് ബ്രേക്സ് ആയിട്ടാണ് വരുന്നത്. നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ അടുത്തത് ക്ലിയർ ആണോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? അതെനിക്ക് മനസ്സിലായി. കുറച്ച് പോർഷൻ കിട്ടിയില്ല എന്നുള്ളത്. മഴ നല്ല ശക്തമായിട്ട് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ്. നല്ല മഴയാ. ഞാൻ സാറോട് പറഞ്ഞോളാം കേട്ടോ. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ നാമവും വാക്യശുദ്ധിയിലെ ഒരു ദോഷമാണ് പറഞ്ഞു. ആ ദോഷത്തിന്റെ 50% നമ്മൾ പറഞ്ഞിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.